നവംബർ മാസത്തിൽ അദ്ദേഹം പെൻഷൻ വാങ്ങിയിട്ടുണ്ട്, ഡിസംബർ മാസത്തിൽ അദ്ദേഹം പെൻഷൻ വാങ്ങിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ആ പെൻഷൻ കഴിഞ്ഞ് അടുത്തൊരു പെൻഷൻ ഡ്യൂ ആവുന്ന സമയം പോലും ആയിട്ടില്ല. അപ്പൊ അങ്ങനൊരു കാര്യമാകുമ്പോൾ അടിസ്ഥാനരഹിതമാണ്. ഈ 57,400 കോടി രൂപ നമുക്ക് അർഹമായത് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ LDF മാനിഫെസ്റ്റോയിൽ പറഞ്ഞ തരത്തിലേക്ക് ഗവൺമെന്റ് കാലത്ത് ആ 2,500 ആക്കും. യാതൊരു സംശയമില്ല, ആക്കാൻ പറ്റും. ഞങ്ങൾക്ക് അതിനകത്ത് ആ സാമ്പത്തിക കാര്യത്തിൽ യാതൊരു സംശയമില്ല. 57,400 കോടി ഒരു വർഷം വെട്ടിയിട്ടും നിങ്ങളിതെല്ലാം നിന്നുപോകും, പെൻഷൻ നിന്നുപോകും, അടഞ്ഞു പോകും എന്ന് പറഞ്ഞിട്ട് ഒന്നും അടഞ്ഞു പോയില്ലല്ലോ. നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണ്. നിങ്ങൾ ഈ 5 മാസം പെൻഷൻ കൊടുക്കാത്തത് തെറ്റല്ല എന്ന് എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ധനകാര്യമന്ത്രി ഇവിടെ പറയുന്നത്? ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. മറിയക്കുട്ടിയും ചക്കിട്ടപ്പാറയിലെ ജോസഫും മാധ്യമ ശ്രദ്ധ നേടിയതോടെ ക്ഷേമ പെൻഷൻ വിതരണം ആകെ പ്രതിസന്ധിയിലെന്ന പൊതുനിലപാടിലേക്ക് പ്രതിപക്ഷമെത്തി. അടിയന്തര പ്രമേയമായി സഭയിൽ വിഷയം കൊണ്ടുവരുന്നു. തെറ്റിദ്ധാരണ പരത്താൻ തെറ്റായ വിവരങ്ങളാണ് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചതെന്ന് ധനമന്ത്രി മറുപടിയും നൽകി. കണക്കുകൾ സഹിതമായിരുന്നു മറുപടി. എന്നിട്ടും വെല്ലുവിളിക്കുന്ന പ്രതിപക്ഷം വസ്തുതകൾ മനസ്സിലാക്കാതെയാണോ പ്രശ്നങ്ങളെ സമീപിക്കുന്നത്? 5 മാസത്തെ പെൻഷൻ കുടിശ്ശികയില്ല എന്നു വ്യക്തം. ആത്മഹത്യ ചെയ്ത ജോസഫ് നവംബർ ഡിസംബർ മാസങ്ങളിൽ പെൻഷൻ വാങ്ങിയിട്ടുണ്ട്. മകളുടെ പേരിലുള്ള പെൻഷനും കൈപ്പറ്റിയത് ജോസഫാണെന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കി. അതായത് കഴിഞ്ഞ 2 മാസക്കാലം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പക്കലെത്തിയത് 6,400 രൂപയാണ്. ഇതൊന്നും മനസ്സിലാക്കാൻ പ്രതിപക്ഷത്തിന് കഴിയില്ലേ? പെൻഷൻ തടസ്സപ്പെടുന്നതിന് അടിസ്ഥാന കാരണമായ കേന്ദ്ര നിലപാടിനെ എതിർക്കാൻ എന്താണ് പ്രതിപക്ഷത്തിന് ഇത്ര മടി? കേരളത്തിൻ്റെ പെൻഷൻ ഫണ്ട് ബോർഡിൻ്റെ കടമെടുപ്പിനെ തടസ്സപ്പെടുത്തുന്ന കേന്ദ്ര നടപടിക്കെതിരെ ഒരു വാചകം പറയാൻ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച PC വിഷ്ണുനാഥോ പ്രതിപക്ഷ നേതാവോ VD സതീശനോ തയ്യാറായില്ല എന്നതും കാണാതെ പോകരുത്. രാജ്യത്ത് തന്നെ ഏറ്റവും അധികം ക്ഷേമ പെൻഷൻ നൽകുന്ന സംസ്ഥാനമാണ് കേരളം. അർഹരായവരുടെ കൈകളിലേക്ക് ഒരു കുടിശ്ശിക പോലുമില്ലാതെ ഈ പെൻഷൻ എത്തിക്കാൻ ഒന്നിച്ചു നിൽക്കുകയാണ് കേരളം ചെയ്യേണ്ടത്. ലോക്സഭയിലെ 18 UDF MPമാർക്കും ഇതിൽ വലിയ ഉത്തരവാദിത്വമുണ്ട്. കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ ശബ്ദിക്കാൻ കൂടിയാണ് ഇവരെയൊക്കെ തെരഞ്ഞെടുത്ത് അങ്ങോട്ടേക്ക് അയച്ചത്. രാഷ്ട്രീയ നേട്ടം ലാക്കാക്കി നീങ്ങാം, പക്ഷേ കടമകൾ മറക്കരുത്. ഇന്നീ ചർച്ചയിൽ പങ്കെടുക്കുന്നത് K. പ്രേംകുമാർ MLA CPIM, അനിൽ ബോസ് കോൺഗ്രസ്, അഡ്വക്കേറ്റ് N. ലാൽകുമാർ ഇടത് നിരീക്ഷകൻ. ഇന്ന് സഭയിലെ ഉയർന്നു വന്ന വിഷയങ്ങൾ ഇന്ന് ചർച്ചയ്ക്ക് ആധാരമാകുന്നു എന്നതുകൊണ്ട് ഞാൻ ആദ്യം ശ്രീ പ്രേംകുമാർ MLAയിൽ നിന്ന് തുടങ്ങാം. അതായത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തെ നിങ്ങൾ വിമർശിക്കുന്നത്? തെറ്റായ കാര്യങ്ങൾ തെറ്റിദ്ധാരണ പരത്തും വിധം അവതരിപ്പിച്ചു എന്നുള്ളതാണോ? അതിന് അതേ മട്ടിൽ മറുപടി പറയാൻ, വസ്തുതകളും കണക്കും നിരത്തി മറുപടി പറയാൻ ധനമന്ത്രിക്കായോ? ഒന്നാമത്തെ കാര്യം, 5 മാസത്തെ കുടിശ്ശികയുണ്ട്, പെൻഷൻ വിതരണമാകെ അതുവഴി പ്രതിസന്ധിയിലായി എന്ന ഒരു പ്രശ്നം പ്രതിപക്ഷം അവതരിപ്പിക്കുന്നു. അതിൽ ചക്കട്ടപ്പാറയിലെ ജോസഫിൻ്റെ ആത്മഹത്യ ഒരു വിഷയമാക്കി കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടല്ലോ. ഈ പ്രതിപക്ഷത്തിൻ്റെ നീക്കത്തെ ഭരണപക്ഷവും സർക്കാരും അതുപോലെ തന്നെ ധനമന്ത്രിയും വിശദീകരിക്കുന്നതിലൂടെ പ്രതിപക്ഷം കൊണ്ടുവരാൻ ശ്രമിച്ച അല്ലെങ്കിൽ കൊണ്ടുവന്ന പ്രശ്നത്തെ വ്യക്തതയോടെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ സർക്കാരിന് കഴിഞ്ഞോ? അല്ല, ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നാം കാണേണ്ടത് സാമൂഹ്യ സുരക്ഷാ പെൻഷനോട്, സാമൂഹ്യ സുരക്ഷാ നടപടികളോട് കേരളത്തിലെ LDF സർക്കാരിൻ്റെ പൊതുസമീപനം എന്താണ് എന്നതാണ്. കേരളത്തിൽ കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ അനുവദിച്ചതു മുതൽ കേരളത്തിൻ്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷന് വലിയ പ്രാധാന്യം നൽകുകയും അധികാരത്തിൽ വന്ന സമയത്തെല്ലാം കുടിശ്ശിക തീർത്ത് UDFൻ്റെ ഭരണകാലത്ത് 2.5 വർഷം വരെ 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ് 30 മാസത്തെ 2.5 വർഷത്തെ പെൻഷൻ തടഞ്ഞു വെച്ച കാര്യം ഉൾപ്പെടെയുള്ള സാഹചര്യത്തിൽ പോലും അത് പൂർണ്ണമായും കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യുന്നതിന് പ്രതിജ്ഞാബദ്ധമായ നിലപാട് സ്വീകരിച്ച ഗവൺമെൻറ്റാണ് കേരളത്തിലെ LDF ഗവൺമെൻറ്. ഉമ്മൻചാണ്ടി ഭരണം അവസാനിച്ചതിന് ശേഷം 2016 ശേഷമുള്ള 7 വർഷക്കാലം എടുത്താൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനാകും 600-ൽ നിന്ന് പെൻഷൻ 1600-ലെത്തി. 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പെൻഷൻ മുടങ്ങിയിട്ടില്ല. 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ പെൻഷൻ മുടങ്ങുന്നത് എവിടെ വെച്ചാണ്? കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എല്ലാ മാസവും വീടുകളിൽ എത്തിക്കാൻ പ്രതിജ്ഞാബദ്ധമായ നിലപാടെടുത്തു പോകുന്ന ഗവൺമെൻറ് അതിനുവേണ്ടി കണ്ടെത്തിയ ഒരു മാർഗമായിരുന്നു പെൻഷൻ ഫണ്ട് ബോർഡ്. ആ പെൻഷൻ ഫണ്ട് ബോർഡിൻ്റെ പ്രവർത്തനത്തെ പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന, തകർക്കുന്ന സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുകയാണ്. 2021 മെയ് മാസത്തിൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. ജൂൺ മാസത്തിൽ, ജൂലൈ മാസത്തിൽ, ആഗസ്റ്റ് മാസത്തിൽ സ്വാഭാവികമായും ആ 2021 പൂർണ്ണമായും പെൻഷൻ മുടങ്ങിയിട്ടേയില്ല. കൃത്യമായി മാസാമാസം വിതരണം ചെയ്തു.
അപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സമീപനത്തിൽ വന്നിട്ടുള്ള വ്യത്യാസം പ്രധാനപ്പെട്ട തടസ്സമായിട്ട് മാറി. അങ്ങനെ മാറിയപ്പോഴും പെൻഷൻ വെട്ടിക്കുറച്ചില്ല. 1600 രൂപ വെച്ച് തന്നെയുള്ള പെൻഷൻ കൊടുക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും മികച്ച സാമൂഹ്യ സുരക്ഷാ നടപടിയുള്ള സംസ്ഥാനം ഇപ്പോഴും കേരളമാണ്. ഇപ്പോൾ ദൂർത്താണെന്നാണല്ലോ പറഞ്ഞു പരത്താൻ പരിശ്രമിക്കുന്നത്. ഏത് നിലയിലാണ് ദൂർത്ത്? കേരളം അധിക വിഭവ സമാഹരണം നടത്തി നികുതി ചോർച്ച തടഞ്ഞ് ഒരു സംസ്ഥാനം എന്ന നിലയിൽ ഏറ്റവും ശക്തമായി കേരളത്തിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങാതെ പരമാവധി ഒരു സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാർ എത്രയൊക്കെ തകർക്കാൻ ശ്രമിച്ചിട്ടും അതിന് കഴിയാത്ത നിലയിൽ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുകയല്ലേ. ജോസഫിലേക്ക് വരാം. അദ്ദേഹം നവംബർ മാസത്തിലാണ് പരാതി കൊടുക്കുന്നത് പഞ്ചായത്ത് സെക്രട്ടറിക്ക്, ബന്ധപ്പെട്ട മറ്റധികാരികൾക്ക്. നവംബറിൽ അദ്ദേഹം പെൻഷൻ വാങ്ങിയതായിട്ട് മന്ത്രി പറയുന്നു. മന്ത്രി പറയുന്നത് മാത്രമല്ലോ, അതല്ലേ വസ്തുത. നവംബറിൽ പെൻഷൻ വാങ്ങി, ഡിസംബറിൽ പെൻഷൻ വാങ്ങി. തൊഴിലുറപ്പ് പണിയുടെ ഭാഗമായി കിട്ടേണ്ടിയിരുന്ന കുടിശ്ശിക അദ്ദേഹം നവംബറിൽ പരാതി കൊടുത്തതിന് ശേഷം ജനുവരിയിൽ ആത്മഹത്യ ചെയ്യുന്നത് വരെയുള്ള സമയത്തിനിടയിൽ 54,000 രൂപ അദ്ദേഹം കൈപ്പറ്റി. ഏതാണ്ട് 1 ഏക്കർ 30 സെൻറ്റോ മറ്റോ സ്ഥലമുണ്ട്, 50 സെൻറ്റ് സ്ഥലത്തിന് പട്ടയമുണ്ട്. അതിദരിദ്രരുടെ കാര്യം അതുകൂടി ഒന്ന് സൂചിപ്പിക്കാം. അതിദരിദ്രരുടെ പട്ടികയിൽ ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് ആളുകളുള്ള സംസ്ഥാനമാണ് കേരളം. 0.5% താഴെയാണ് കേരളത്തിലെ അതിദരിദ്രരുടെ എണ്ണം. 30%, 33% ഒക്കെ അതിദരിദ്രരുള്ള സംസ്ഥാനം സ്വാതന്ത്ര്യത്തിൻ്റെ 7.5 പതിറ്റാണ്ട് പിന്നിട്ട ഇന്ത്യയിലുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് തന്നെ മുന്നോട്ട് വെച്ച കമ്മീഷനും ഏജൻസിയും അന്വേഷിച്ച് കണ്ടെത്തിയ കണക്കുകൾ പ്രകാരം ഏറ്റവും കുറവ് അതിദരിദ്രരുള്ള കേരളത്തിൽ. ആ അതിദരിദ്രരെയും ആ പട്ടികയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള പരിശ്രമം ഗവൺമെൻറ് നടത്താൻ അതിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീ ജോസഫിൻ്റെ വീട്ടിലേക്ക് വാഹനം പോകാവുന്ന റോഡ് 5 ലക്ഷം രൂപ ചെലവിട്ട് പഞ്ചായത്ത് നിർമ്മിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ, വസ്തുതകൾ മറച്ചു വെച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പരിശ്രമമാണ് കേരളത്തിൽ നടക്കുന്നത്. 30 മാസവും 18 മാസവും ഒക്കെ പെൻഷൻ കുടിശ്ശിക വരുത്തിയവരിപ്പോൾ പെൻഷൻ കുടിശ്ശിക വരുത്തരുതെന്ന് പറഞ്ഞ് നടത്തുന്ന സമരം എന്ന് പറയുന്നത് ഇതിനേക്കാൾ വലിയ ആഭാസം എന്ന് പറയുന്നത് വേറെ ഒന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും എന്നുള്ളതാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഇവിടെ ശ്രീ അനിൽ ബോസ്, ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ സഭയ്ക്ക് മീഡിയ റൂമിൽ തന്നെ ധനകാര്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം സീനിയർ പത്രപ്രവർത്തകരുടെ, മാധ്യമപ്രവർത്തകരുടെ ബജറ്റിന് മുന്നോടിയായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. അവിടെ വെച്ച് പല മാധ്യമപ്രവർത്തകരും പറഞ്ഞു, ഈ ചക്കിട്ടപ്പാറയിലെ ജോസഫിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ക്ഷേമ പെൻഷൻ കിട്ടാത്തതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് എന്ന നിലയിലേക്കൊരു വാർത്ത പ്രചരിച്ചു. പിന്നീട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി 5 മാസത്തെ കുടിശ്ശികയില്ല, അതാണ് പിന്നീട് അത്തരം വാർത്തകൾ നൽകാതിരുന്നത് എന്ന് ഈ സീനിയർ മാധ്യമപ്രവർത്തകരടക്കമുള്ള യോഗത്തിൽ വെച്ച് അവർ തന്നോട് പറഞ്ഞു എന്ന് മന്ത്രി പറഞ്ഞു. ആ നിലയിൽ മാധ്യമങ്ങളടക്കം ഒരു തരത്തിലെങ്കിലും അത് തിരിച്ചറിയുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. പക്ഷേ അതിനെ പിൻപറ്റി ഇന്നിപ്പോൾ സഭയിലേക്ക് പ്രതിപക്ഷം അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ജോസഫിൻ്റെ പെൻഷനുമായി ബന്ധപ്പെട്ട കണക്കുകൾ ധനമന്ത്രി തന്നെ അവതരിപ്പിച്ചു. ഞാൻ അനിൽ ബോസിലേക്ക് വരാം. ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഫ്രീസ് ആവുന്നുണ്ട്. അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് നമ്മൾക്കൊപ്പം ചർച്ചയിൽ ചേരുന്നു എന്നാണ്. ശ്രീ അനിൽ ബോസ്, കേൾക്കാനാവുന്നുണ്ടോ? ജോസഫ്, എനിക്ക് കേൾക്കാം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്. കേൾക്കാം. അനിൽ ബോസ് പറയുന്നത് കേൾക്കാം. ഞാൻ എൻ്റെ ഈ ചോദ്യം താങ്കൾക്ക് കേൾക്കാനാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ജോസഫ് ഇപ്പോൾ ശ്രീ പ്രേംകുമാർ MLA പറഞ്ഞതുപോലെ നവംബറിലും ഡിസംബറിലുമായി 1600 രൂപ വെച്ച് 3200 രൂപ കൈപ്പറ്റുന്നു. അദ്ദേഹത്തിൻ്റെ മകളുടെ പേരിലുള്ള പെൻഷനും അദ്ദേഹം തന്നെയാണ് കൈപ്പറ്റിയിട്ടുള്ളത്. അപ്പോൾ 6400 രൂപ 2 മാസങ്ങളിലായി അദ്ദേഹത്തിൻ്റെ പക്കലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേറെ വിവരങ്ങൾ കിട്ടുമ്പോൾ ഇത് മനസ്സിലാക്കാൻ എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് കഴിയാതെ പോകുന്നത്? അപ്പോൾ അങ്ങനെയാണോ പ്രതിപക്ഷം ഒരു വിഷയത്തെ അവതരിപ്പിക്കേണ്ടതെന്നൊരു പ്രശ്നം കൂടി അതിനകത്തുണ്ട്. അങ്ങനെ ചെന്നൊരു ഏടാകൂടത്തിൽ ചാടേണ്ടതാണോ പ്രതിപക്ഷം? ഈ ചക്കിട്ടപ്പാറയിലെ ജോസഫിൻ്റെ വിഷയത്തിൽ കേരള ഗവൺമെൻറ് പുറപ്പെടുവിച്ചിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. നിയമസഭയ്ക്കകത്ത് ധനകാര്യമന്ത്രി പറഞ്ഞത് ശരിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ MLAയും അവതാരകനായ താങ്കളും അഭിപ്രായം പങ്കുവയ്ക്കുന്നത്. കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ കേരളത്തിലെ പ്രതിപക്ഷം ഞങ്ങൾ വിമർശിക്കുന്നത് വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് എന്നാണല്ലോ അങ്ങ് ഭംഗ്യന്തരേണ പറഞ്ഞു വെച്ചത്. അങ്ങ് അറിഞ്ഞോ ആവോ, ഇന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ മാധ്യമങ്ങളെ കണ്ടിരുന്നു? അറിഞ്ഞോ? ഇല്ലെങ്കിൽ ഒന്ന് പരിശോധിക്കണം. നിങ്ങളുടെ കയ്യിൽ ഫയൽ അവൈലബിൾ ആണെങ്കിൽ ഒന്ന് സംപ്രേഷണം ചെയ്യണം. മന്ത്രി പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും കള്ളമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ ആ ജില്ലയിലെ ഉദ്യോഗസ്ഥന്മാരിലെ ഒന്നാമനായിട്ടുള്ള കളക്ടർ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട്.
ഈ ജോസഫിന് പെൻഷൻ കിട്ടാത്തതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൃത്യമായ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരാം. അത് നവംബറിലാണ്. ജില്ലാ കളക്ടറാണ്, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനല്ല. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പറയട്ടെ, ഒന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ വിഷമിക്കാതെ. ഇന്ന് മാധ്യമങ്ങളെ കണ്ട കാര്യമാണ് പറയുന്നത്. ഇന്ന് ഈ നിയമസഭയിൽ മന്ത്രി നവംബർ മാസത്തിൽ സംസാരിച്ചതിന് ശേഷം അങ്ങനെ ഒരു കത്ത് നൽകിയിരുന്നു എന്ന് മന്ത്രിയും സഭയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. നവംബറിൽ അല്ലല്ല, നിങ്ങൾ പറയുന്നതും ഞാൻ പറയുന്നതും രണ്ടും രണ്ടാണ്. അല്ല, കളക്ടർ പറഞ്ഞത് ശരിവെക്കുന്ന തരത്തിൽ ഒരു വളരെ കൃത്യമായി ഞാൻ ഈ ചർച്ചയിൽ പറയാൻ ആഗ്രഹിക്കുന്നു. അനിൽ ബോസെ, ജില്ലാ കളക്ടർ ഇങ്ങനെ പറഞ്ഞു, പെൻഷൻ കിട്ടാത്തതിനെ കുറിച്ച് പരാതി പറഞ്ഞിരുന്നു. ശരി, ആ പരാതി നവംബറിൽ ആണ് അറിയിച്ചത് എന്ന് മന്ത്രിസഭയിൽ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. തുടർന്നോളൂ. അല്ല, നമ്മൾ തമ്മിൽ ഒരു കൺഫ്യൂഷൻ വേണ്ട. കേൾക്കുന്ന പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ഇന്ന് സഭയിൽ പറഞ്ഞ മന്ത്രിയുടെ വാക്കാണോ ശരി, ഈ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായി ഒരു ജില്ലയുടെ അധിപനായി ജോലി ചെയ്യുന്ന കളക്ടർ പറയുന്നതാണോ ശരി? അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇപ്പോൾ ഇവിടെ പറഞ്ഞു 18 മാസം കുടിശ്ശിക ഇട്ടു. ഒരു MLA ആണ് പറയുന്നത്. എത്രയോ കാലമായി ഈ നരേറ്റീവ് സൃഷ്ടിക്കാൻ തുടങ്ങിയിട്ട് CPM. ഞാൻ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പലവട്ടം ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ശരത്തുമായി നേരിട്ട് നടന്നിട്ടുള്ള ചർച്ചയിൽ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ നേർക്കുനേർ പരിപാടിയിലും പറഞ്ഞിരുന്നു. ഓർക്കുന്നുണ്ടല്ലോ. 26/4/2017 മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് തോമസ് ഐസക് ഒന്നാം ഗവൺമെൻറ്റിൽ മന്ത്രിയായിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നതായി എനിക്കറിയില്ല. ചോദ്യം ചോദിച്ചിരിക്കുന്നത് M. സ്വരാജ് എന്ന് പറയുന്ന അന്നത്തെ MLA ആണ്. അദ്ദേഹവും കോൺഗ്രസ് ആണ് എന്ന് ഞാൻ കരുതുന്നില്ല. അവർ ചോദിച്ചിട്ടുള്ള ചോദ്യം നമ്പർ 371 നിയമസഭാ രേഖയാണ്, നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യം. അത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ ക്ഷേമ പെൻഷനുകൾ എത്ര കുടിശ്ശികയുണ്ടായിരുന്നു എന്ന് തരം തിരിച്ച് വ്യക്തമാക്കാമോ? ചോദ്യം സ്വരാജിൻ്റെതാണ്, മറുപടി തോമസ് ഐസക്കിൻ്റെതാണ്. ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ 2014 നവംബർ മുതൽ 2015 ജനുവരി വരെ എന്ന് പറഞ്ഞാൽ നവംബർ, ഡിസംബർ, ജനുവരി 3 മാസം പെൻഷൻ തുക വിതരണം ചെയ്യപ്പെടാതെ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കുള്ള പെൻഷൻ എന്നിവ കുടിശ്ശിക ഉണ്ടായിരുന്നു. എത്ര മാസം? 3 മാസം. കർഷക പെൻഷൻ 2014 ഡിസംബർ മാസത്തെ തുക കുടിശ്ശികയായിട്ടുണ്ട്, അതായത് 1 മാസത്തെ കുടിശ്ശിക. 2015 ഫെബ്രുവരിയിൽ മുതലുള്ള തുക ഗുണഭോക്താക്കൾക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പ്രകാരം, അതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, DBT സംവിധാനത്തിൽ വിതരണം ചെയ്ത് വരികയായിരുന്നു. DBT സംവിധാനം ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ യഥാക്രമം രേഖപ്പെടുത്താത്തത് മൂലവും തെറ്റായ രേഖപ്പെടുത്തലുകൾ ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങൾ കാരണവും കൃത്യമായി ലഭിക്കാതെ വന്നിട്ടുണ്ട്. ഇത് പറയുന്നത് അനിൽ ബോസ് അല്ല, VD സതീശനല്ല, K. സുധാകരനല്ല, KC വേണുഗോപാലല്ല, രമേശ് ചെന്നിത്തലയല്ല, കേരളത്തിലെ ഏതെങ്കിലും കോൺഗ്രസ്സുകാരനല്ല. നിങ്ങളുടെ പിണറായി വിജയൻ സർക്കാരിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന തോമസ് ഐസക്കിൻ്റെ മറുപടിയാണ്. നിങ്ങളത് മനസ്സിലാക്കിയിരിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ അടുത്ത ചോദ്യം ഇതാണ്, നമ്മൾ എപ്പോഴും മറുപടിയായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ശ്രീ PC വിശ്വനാഥ് നിയമസഭയിൽ സംസാരിക്കുമ്പോഴും ഇത് ചൂണ്ടിക്കാണിച്ചു. ഈ സർക്കാർ, അതാണ് രണ്ടാമത്തെ ചോദ്യം നമ്പർ B, അതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. ഈ സർക്കാർ എത്ര മാസത്തെ പെൻഷനുകൾ വിതരണം നടത്തി എന്ന് അറിയിക്കാമോ? ഇതിലേക്കായി എത്ര തുക ചെലവഴിച്ചിട്ടെന്ന് അറിയിക്കാമോ? ഇത് ചോദ്യം എൻ്റെതല്ല. ആ ചോദ്യത്തിന് ഉത്തരവുണ്ട്. 2014 നവംബർ മുതലുള്ള കുടിശ്ശികയും 2016 ജൂൺ മുതൽ 2017 മാർച്ച് വരെ 10 മാസത്തെ കുടിശ്ശികയും പെൻഷനും ഈ സർക്കാർ വിതരണം ചെയ്തിട്ടുണ്ട്. ആരുടെ കാലത്തെയാണ് പറ നിങ്ങൾ. അപ്പം നിങ്ങൾ വന്നതിന് ശേഷം ഞങ്ങൾ വരുമ്പോൾ 3 മാസത്തെ കുടിശ്ശിക മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ, അത് DBT സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പിഴവുകൾ കൊണ്ടാണെങ്കിൽ, ഗുണഭോക്താക്കളുടെ രേഖകളില്ലാത്ത തോമസ് ഐസക് പറയുന്നു അതിനുശേഷം ഈ കുടിശ്ശിക പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു സംശയമാണ്, അങ്ങനെയാണെങ്കിൽ 3 മാസത്തെ കുടിശ്ശിക മാത്രമേ ഉള്ളൂവെങ്കിൽ അനിൽ ബോസ് എത്ര കോടി കുടിശ്ശിക വരാനിടയുണ്ടോ? ഒന്ന്. അപ്പോൾ ഈ ജോസഫിന്റെ കേസ് നിങ്ങൾ വിട്ടു. ജോസഫ് 6400 രൂപ 2 മാസം വാങ്ങിച്ചു കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യം നിൽക്കുന്നതുകൊണ്ട് ആ കേസ് താങ്കൾ വിട്ടു അല്ലേ? ആ കേസ് വിട്ടിട്ടില്ല. നിങ്ങൾക്ക് ഒരു തർക്കവും വേണ്ട. ആ കേസ് വിട്ടിട്ടില്ല.
ഇവിടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട MLA വന്നിരുന്ന പട്ടാപ്പകൽ രേഖകൾ കൃത്യമായി നമ്മുടെ പക്കലുള്ള നിയമസഭാ രേഖകൾ ഇരിക്കെ കള്ളം പറയുമ്പോൾ അത് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത എനിക്കുള്ളത് കൊണ്ടാണ് രേഖകൾ എന്നാൽ എന്റെ ചോദ്യം അനിൽ ബോസ്, സഭയിൽ മന്ത്രി ജോസഫ് മന്ത്രി പറഞ്ഞു ജോസഫ് നവംബറിലും ഡിസംബറിലുമായി 2 മാസത്തെ പെൻഷൻ വാങ്ങി, മകളുടെ പെൻഷനും അദ്ദേഹത്തിന്റെ പക്കലിലേക്ക് എത്തി. അതിനെ നിരാകരിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ലെന്നേ. അപ്പോൾ ജോസഫിനെ ഉദാഹരിച്ചുകൊണ്ട് 5 മാസത്തെ പെൻഷൻ കേരളത്തിൽ കുടിശ്ശികയുണ്ട്. അല്ല, അത് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞത്. ഞാനത് നിരാകരിക്കുന്നു, ഞാൻ അതിനെ നിരാകരിക്കുന്നു. അതുകൊണ്ട് കാര്യമില്ലല്ലോ, അസ്വസ്ഥനാകണ്ട. ഞാൻ അതിനെ നിരാകരിക്കുന്നു. ചർച്ചയുടെ ഭാഗം മാത്രമേ ആകൂ. സഭയ്ക്കകത്ത് പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ലല്ലോ. സഭയ്ക്കകത്ത് പ്രതിപക്ഷത്തിന് മന്ത്രി പറയുന്നത് കളവാണ്, മന്ത്രിക്കെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുത്തോ? ഇല്ലല്ലോ. മന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിച്ചു, നവംബറിലും ഡിസംബറിലും ജോസഫ് പെൻഷൻ വാങ്ങിയിട്ടില്ല എന്ന് പ്രതിപക്ഷം പറഞ്ഞോ? ഇല്ലല്ലോ. അല്ല, നിങ്ങൾ ഒരു കാര്യം, നിയമസഭയിൽ ചോദ്യം ചോദിക്കാൻ എഴുതി കൊടുക്കുന്നത് ഇന്നത്തെ ദിവസം രാവിലെ അല്ലല്ലോ, ദിവസങ്ങൾക്ക് മുമ്പെയാണ്. അപ്പോൾ ദിവസങ്ങൾക്ക് മുമ്പേ കിട്ടുന്ന ചോദ്യത്തിന് മറുപടിയായി സംസ്ഥാനത്തെ ഒരു മന്ത്രി നിയമസഭയിൽ രേഖകൾ വെച്ചാണ് സംസാരിക്കുന്നതെന്നല്ലേ പ്രതിപക്ഷത്തിന്, ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നാലും നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നാലും ആ സമയത്ത് ഒരു സെക്കൻഡ് നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യരുത്, ദൈവത്തെ ഓർത്ത് ഡിസ്റ്റർബ് ചെയ്യരുത്, മര്യാദ കാണിക്കുക. അപ്പം ആ നിയമസഭയിൽ മന്ത്രി പറയുന്നത് ശരിയായിരിക്കാം. അല്ലല്ല, ഞാൻ പറയട്ടെ ശരത്തെ, ശരത്തൊന്ന് അസ്വസ്ഥനാകാതെ. നിങ്ങൾ അസ്വസ്ഥനാവുന്നതുകൊണ്ടാണ് ഈ ആവശ്യമില്ലാത്ത ഫിറ്റിംഗ്സ് വരുന്നത്. അനിൽ ബോസ്, നമുക്ക് കാര്യം സംസാരിച്ചാൽ പോരെ? നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അസ്വസ്ഥൻ എന്നൊക്കെ പറയേണ്ട കാര്യം എന്താണ്? നമ്മൾ വിഷയമാണ് സംസാരിക്കുന്നത്, ആ വിഷയത്തിൽ സംസാരിച്ചാൽ മതി. അല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ വിഷയമല്ല സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് കേൾക്കാതിരിക്കാൻ 2 മാസം ഞാൻ പെൻഷൻ കൊടുത്തു എന്ന് ധനകാര്യമന്ത്രി പറഞ്ഞപ്പോൾ അത് ശരിയല്ല എന്ന് സ്ഥാപിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു. ആ ധനകാര്യമന്ത്രി പറഞ്ഞ കള്ളമാണെന്ന് ഞാൻ പറയുന്നു. അതുകൊണ്ട് എന്ത് കാര്യം? ധനകാര്യമന്ത്രി പറയുന്നത് അല്ല, ഞാൻ എന്റെ പൊന്നു സഹോദര, ഞാൻ പറയുന്നു കേക്ക് സഹോദര. നിയമസഭയിൽ ഇന്ന് രാവിലെ അല്ലല്ലോ ഈ ചോദ്യം നിയമസഭാംഗമായിട്ടുള്ള ആള് ഞാൻ പറയട്ടെ, എഴുതി കൊടുത്തത് ഇന്ന് രാവിലെ അല്ലല്ലോ. അതുകൊണ്ട് മന്ത്രിക്ക് ദിവസങ്ങൾക്ക് മുമ്പ് എഴുതി കൊടുത്തതിന് മറുപടിയായി മന്ത്രിസഭയിൽ പറയുമ്പോൾ ഒരു പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷമാണെങ്കിലും അത് ശരിയാണെന്ന് വിശ്വസിക്കുകയല്ലാതെ ആ സമയത്ത് തർക്കിക്കാൻ ഡോക്യുമെന്ററിന്റെ കസ്റ്റോഡിയൻ പ്രതിപക്ഷത്തെ MLA അല്ല, പ്രതിപക്ഷ നേതാവല്ല. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇടപെടും. നിങ്ങൾ ചക്കിട്ടപ്പാറയിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നു. നിങ്ങളുടെ ബോധ്യം ശരിയാണ് എങ്കിൽ അതേ നിമിഷം നിരാകരിക്കാം. അത് നിരാകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവർ നിരാകരിക്കാതിരുന്നത്. ഇപ്പൊ ചർച്ചയുടെ സൗകര്യത്തിന് അനിൽ ബോസ് നിരാകരിക്കുന്നു എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ കണക്കുകൾ വെച്ച് ധനകാര്യമന്ത്രി കൊടുത്ത കാര്യം പറയുമ്പോൾ അവർക്ക് നിരാകരിക്കാൻ കഴിയില്ല. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ ഈ മനസ്സിലാക്കാൻ പ്രതിപക്ഷത്തിന് എന്തേ കഴിയാതെ പോകുന്നു? അല്ല, ശരത്തിന് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് 1 മിനിറ്റ് തന്നാൽ മതി, ഞാൻ പറയാം. താങ്കൾ എഴുതാപ്പുറം വായിക്കേണ്ട കാര്യം ഞാൻ പറയാം. അല്ല, നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം ഞാൻ എഴുതാപ്പുറമല്ല, ഒരു മര്യാദ കാണിക്കുക, സാമാന്യ മര്യാദ കാണിക്കുക. ഞാൻ പറഞ്ഞത് നിയമസഭയിലെ ചോദ്യത്തിന് മറുപടിയായി മന്ത്രി പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് അത് വിശ്വസിക്കുകയേ തരമുള്ളൂ. പക്ഷേ ഇന്നത്തെ ദിവസം കോഴിക്കോട് ജില്ലാ കളക്ടർ മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നു. പെൻഷൻ കിട്ടാത്തത് കൂടിയാണ് അദ്ദേഹത്തിന്റെ മരണകാരണമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അത് കേട്ട ആ വീഡിയോ കൈവശമുള്ള ഒരാളെന്നുള്ള നിലയിലാണ് ഈ ചർച്ചയിൽ ഞാൻ അതിനെ നിരാകരിക്കുന്നത്. മന്ത്രിയുടെ വാദം തെറ്റാണ് എന്ന് പറയുന്നത് കളക്ടറുടെ സ്റ്റേറ്റ്മെന്റിന്റെ പുറത്താണ്, അല്ലാതെ മണ്ഡല സ്റ്റേറ്റ്മെന്റിന്റെ പുറത്ത്. നവംബറിലും അദ്ദേഹം മരിക്കുന്നത് ജനുവരിയിലാണല്ലോ. ആര് പറഞ്ഞാലും എന്റെ ചോദ്യം ഞാൻ ശ്രീ പ്രേംകുമാറിലേക്ക് വരികയാണ്. ശ്രീ പ്രേംകുമാർ, കളക്ടർ പറഞ്ഞല്ലോ എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു വാദം. ഒരു വാദം ഇവിടെ കളക്ടർ പറഞ്ഞാലും മന്ത്രി സഭയിൽ പറയുന്നതിന് വലിയ പ്രാധാന്യമുള്ളതാണ്, കാരണം സഭാരേഖകളിലുള്ളതാണ്. അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് നവംബറിലും ഡിസംബറിലും എന്ന് പറഞ്ഞാൽ ജനുവരിക്ക് തൊട്ട് മുമ്പുള്ള 2 മാസങ്ങളിലും പെൻഷൻ അദ്ദേഹത്തിലേക്ക് ചെന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ കളക്ടർ പറഞ്ഞല്ലോ എന്ന് പറയുന്ന നിലയിൽ ഒരു വാദഗതി ഉന്നയിച്ചാൽ ഇതിൽ പ്രതിപക്ഷത്തിൻ്റെ വാദം ഏതെങ്കിലും തരത്തിൽ നിലനിൽക്കുമോ? 2, സഭയ്ക്കകത്ത് ധനമന്ത്രി ഈ വിശദീകരണങ്ങൾ വന്നപ്പോൾ അതിനെ നിരാകരിക്കാൻ പ്രതിപക്ഷാംഗങ്ങൾ സഭയിൽ തയ്യാറായോ? നവംബറിലും ഡിസംബറിലും പെൻഷൻ കൊടുത്തു എന്ന് ധനമന്ത്രി വിശദീകരിക്കുമ്പോൾ അത് നിരാകരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഇനി ഞാൻ 2 പേരിലേക്കും, ഞാൻ ലാൽകുമാറിലേക്കും വരാം. ഒരു വീഡിയോ കാണിക്കുക. ഏതായാലും കളക്ടർ ഇന്ന് അങ്ങനെ പറഞ്ഞു എന്നാണല്ലോ പറയുന്നത്. ഞങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പ് വിട്ട ഒരു വീഡിയോ ഉണ്ട് അനിൽ ബോസ്, അതൊന്ന് കാണാം. ഈ ജോസഫ് മുൻപ് പെൻഷൻ വാങ്ങുന്നതിൻ്റെ മുമ്പ് ഈ പറഞ്ഞ കാലത്ത് പെൻഷൻ വാങ്ങുന്നതിൻ്റെ ഒരു വീഡിയോയാണ്.
ഒന്ന് വേഗം കണ്ടുകൊണ്ട് നമുക്ക് വേഗം വരാം. സെക്കൻഡ്സ്. പിന്നെ കഴിയാന്നുള്ള ഒരു ഒപ്പിടി പോയി. ഏഴാമത്തെ ഡോക്ടറെ ഇപ്പൊ കാണിച്ച ശ്വാസം മുട്ടണം. എവിടെ കാണിച്ചു? ബീജ 2 മാസം കൊണ്ട് മോൻ 1 മാസത്തേ ഉള്ളു. പോകും. അതെ 2 മാസത്തേക്ക് ഇത് തോന്നുന്നില്ല. ശരി, അത് ഏതാണ്ട് ഒരു 3 മിനിറ്റോളം ദൈർഘ്യമുള്ളതാണ്. കാര്യം വ്യക്തമാകുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ ശ്രീ പ്രേംകുമാറിലേക്ക് വരികയാണ്. ശ്രീ അനിൽ ബോസിൻ്റെ വാദം നമ്മുടെ മുമ്പിലുണ്ട്. നമുക്കിതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് വേറെയും വരാം. ജോസഫിനെ, കാരണം എന്ന് വെച്ചാൽ UDF കാലത്തെ കുടിശ്ശിക പ്രശ്നം വേറെ കിടപ്പുണ്ട്, അത് വരാം. ജോസഫിൻ്റെ പ്രശ്നത്തെ മുൻനിർത്തിയാണ് പ്രതിപക്ഷം ക്ഷേമ പെൻഷൻ കുടിശ്ശിക പ്രതിസന്ധിയിലായിട്ടുണ്ട് വിതരണം എന്നൊരു നറേറ്റീവിലേക്ക് പോയത്. അദ്ദേഹം തൊട്ടടുത്ത മാസങ്ങളിൽ വാങ്ങിച്ചതിൻ്റെ വിശദാംശം മന്ത്രി പറഞ്ഞു. ഇതിനിടയിൽ കളക്ടർ പറഞ്ഞ വിശദാംശങ്ങളിലേക്കൊന്നും അനിൽ ബോസ് പോയിട്ടില്ല. കുടിശ്ശിക 5 മാസം ഇല്ലാന്നേ മന്ത്രി പറഞ്ഞുള്ളൂ, കുടിശ്ശിക ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല. കളക്ടർ പറഞ്ഞാൽ സ്വാഭാവികമായും കുടിശ്ശിക ഇപ്പോഴും ഉണ്ട്, പക്ഷേ 5 മാസമില്ല എന്നുള്ളതാണ് അതിലെ ഒരു വ്യത്യസ്തതയാർന്ന സാഹചര്യമുള്ള. അനിൽ ബോസിൻ്റെ വാദവും വസ്തുതയും ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ച വീഡിയോയും വെച്ച് ശ്രീ പ്രേംകുമാർ MLA എന്ത് മറുപടിയാണ് അദ്ദേഹത്തിന് കൊടുക്കുക? ഒന്ന് സൂചിപ്പിക്കാനുള്ളത്, ഇദ്ദേഹം നവംബർ മാസത്തിൽ പെൻഷൻ വാങ്ങിയോ? കൊടുത്തതുപോലെയാണ് വീഡിയോ ഒക്കെ പ്രദർശനം. ഏതായാലും കൊള്ളാം. എന്താണ് അനിൽ ബോസ് കേട്ടില്ല? പ്രേംകുമാർ ഒരു നിമിഷം. അല്ല, മറിയക്കുട്ടിക്കെതിരെ ദേശാഭിമാനി വാർത്ത കൊടുത്തിട്ട് കോടതിയുടെ വരാന്തയിൽ കിടന്ന് തെക്കോട്ടും വടക്കോട്ടും ഓടിയ പരുവത്തിലാണ് വീഡിയോയും കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞതേ ഉള്ളൂ. അത് ശരി, നല്ല ഇതേതായാലും താങ്കൾ കളക്ടറെ കുറിച്ച് പറഞ്ഞല്ലോ, ഇത് ദിവസങ്ങൾക്ക് മുമ്പ് വന്ന വാർത്തയാണ് അനിൽ ബോസ്. താങ്കൾ ശ്രദ്ധിക്കാതെ പോയതാണ്, താങ്കൾ വേറെ ചില ഉത്തരവാദിത്തങ്ങളിലായതുകൊണ്ടാണ്. ഇതാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് തന്നെ, അതായത് ഞങ്ങൾ ഒളിക്യാമറ അന്വേഷണാത്മക മാധ്യമപ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായിട്ടൊന്നുമില്ല, പക്ഷേ ഇത് വളരെ കൃത്യമായി അത് ആ യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. എൻ്റെ ചോദ്യം ഇപ്പോഴും വ്യക്തമാണ്. പ്രദേശത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി സഭയിലേക്ക് വരുന്ന പ്രതിപക്ഷം സഭാരേഖകളെ ആശ്രയിക്കാതെ ജനങ്ങളിൽ നിന്ന് ഈ വിവരങ്ങളെ മനസ്സിലാക്കുന്നതിൽ അപ്പോൾ പിശകുന്നുണ്ടോ? ഇദ്ദേഹം നവംബർ ഡിസംബർ മാസങ്ങളിൽ പെൻഷൻ വാങ്ങിയിരുന്നോ എന്ന് മനസ്സിലാക്കാൻ പൊതുപ്രവർത്തകരായിട്ടുള്ള ജനപ്രതിനിധികൾക്ക് കഴിയില്ലേ? പ്രതിപക്ഷത്തിന് കഴിയില്ലേ? അത് വെച്ചുകൊണ്ടുകൂടി വേണ്ടിയിരുന്നില്ലേ സഭയിൽ ഈ വിഷയത്തെ അവതരിപ്പിക്കേണ്ടിയിരുന്നു? അത്രയും ഞാൻ ചോദിച്ചുള്ളൂ. ശ്രീ പ്രേംകുമാർ. APCC മറിയക്കുട്ടിക്ക് വീട് വെച്ച് കൊടുത്ത പോലെയായി കോൺഗ്രസ് പ്രതിനിധിയുടെ അഭിപ്രായം. എന്തായാലും അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഇവിടെ അതെ, APCC മറിയക്കുട്ടിക്ക് വീട് വെച്ച് കൊടുത്തല്ലോ, അതുപോലെയായി. അപ്പോൾ എന്തായാലും ഇവിടെ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണല്ലോ ചർച്ച. ആ ചർച്ചയിൽ ആദ്യം തന്നെ അദ്ദേഹം പറയേണ്ട ഒരു കാര്യം, ഇവിടെ UDFന്റെ കാലത്ത് ഒന്ന് ഇവിടെ ഏറ്റവും ഒടുവിലത്തെ വിവരം പറയാം. കേരള ഹൈക്കോടതി അനിൽ ബോസ് തീർത്തിട്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ, പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഒന്ന്, നവംബർ മാസത്തിലാണ് ഇദ്ദേഹം പെൻഷൻ കിട്ടണമെന്ന് പറഞ്ഞ് പരാതി കൊടുക്കുന്നത്. വസ്തുതയിൽ പെശകുണ്ടോ, അതിലെന്തെങ്കിലും വ്യത്യസ്തതയുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ പ്രതിനിധി പറയണം. നവംബർ മാസത്തിലാണ് കൊടുക്കുന്നത്, നവംബറിലാണ്. ആ നവംബറിൽ അദ്ദേഹം പെൻഷൻ കൈപ്പറ്റി. ഡിസംബർ മാസത്തിലും അദ്ദേഹം പെൻഷൻ കൈപ്പറ്റി. ഇതിൽ വസ്തുതയിൽ പിശകുണ്ടോ? ജനുവരി മാസത്തിൽ അദ്ദേഹം തൊഴിലുറപ്പ് പദ്ധതിയുടെ കുടിശ്ശികയായിട്ടും പണം കൈപ്പറ്റി. ഈ ഒരു സാഹചര്യം വസ്തുതയല്ലേ? അതിൽ പിശകുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയണം. കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് മെമ്പറോടോ അവിടുത്തെ പ്രാദേശികമായ നേതൃത്വത്തോടോ ചോദിച്ച് നവംബറിൽ പരാതി കൊടുത്തതിന് ശേഷം ശ്രീ ജോസഫ് പെൻഷൻ കൈപ്പറ്റിയോ, ഡിസംബറിൽ പെൻഷൻ കൈപ്പറ്റിയോ, ജനുവരി മാസത്തിൽ അദ്ദേഹം തൊഴിലുറപ്പ് പദ്ധതിയുടെ കുടിശ്ശികയായിട്ടുള്ള സംഖ്യ കൈപ്പറ്റിയോ? ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് 54,000 രൂപ പരാതി കൊടുത്തതിന് ശേഷം കഴിഞ്ഞ 2-3 മാസത്തിനിടയിൽ അദ്ദേഹം കൈപ്പറ്റി എന്നാണ്. ഈ അടിയന്തര പ്രമേയത്തിൻ്റെ ഒരു സ്വഭാവം, നാട്ടിലെ പ്രശ്നങ്ങൾ, ജനകീയമായിട്ടുള്ള വിഷയങ്ങൾ, ഇത് കൊണ്ടുവരാനുള്ള പ്രതിപക്ഷത്തിൻ്റെ ഒരു അവസരമാണല്ലോ, അടിയന്തര പ്രാധാന്യമുള്ള. അങ്ങനെ വിവരശേഖരണത്തിൽ പ്രതിപക്ഷത്തിന് പിഴവ് സംഭവിച്ചതിൻ്റെ ഒരു ഉദാഹരണമായി താങ്കൾ ഈ വിഷയത്തെ അവതരിപ്പിക്കുന്നു എന്നാണോ? അല്ല, ഇത് പ്രതിപക്ഷത്തിന് അറിയാഞ്ഞിട്ടല്ല. സർക്കാരിനെ അടിക്കാൻ എന്ത് വടി കിട്ടിയാലും അത് ഉപയോഗിക്കുക, വസ്തുതകൾ പറയാതിരിക്കുക, തങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം പറയുക. ഏൽക്കുന്നുണ്ടോ? ഇല്ല, അതാണ് പ്രശ്നം. ഇപ്പം ഞാൻ പറയുന്നത്, ഇവർക്ക് ഏത് നിലയിലാണോ ഈ വിഷയത്തെ
ജോസഫിൻ്റെ ദൈന്യതയെ സംബന്ധിച്ചും അദ്ദേഹം ആത്മഹത്യ ചെയ്യാനിടയായ സാഹചര്യത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടുമൊക്കെ നമുക്കെല്ലാം വിഷമമുണ്ട്. ധനകാര്യ വകുപ്പ് മന്ത്രി അത് പറഞ്ഞാണ് തുടങ്ങിയതും. പിന്നെ ഇപ്പോൾ ഇവിടെ ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം. ഈ 18 മാസത്തെ കുടിശ്ശികയെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞല്ലോ, തോമസ് ഐസക്ക് ഇന്നും കേരളത്തിൻ്റെ CPMൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. എത്രയാണ് പെൻഷൻ കുടിശ്ശികയുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി ഭരണം ഒഴിഞ്ഞു പോകുമ്പോൾ? 3 മാസത്തെയാണ് പെൻഷൻ കുടിശ്ശികയെങ്കിൽ വാർദ്ധക്യകാല പെൻഷൻ മാത്രം 804 കോടി രൂപ. കർഷക തൊഴിലാളി പെൻഷൻ, കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇതുകൂടി ഒന്ന് എഴുതി വെക്കണം, സഭാരേഖയിൽ ഉള്ളതാണ്, 1473 കോടി രൂപ കുടിശ്ശികയായിരുന്നു ഉമ്മൻചാണ്ടി ഇറങ്ങി പോകുമ്പോൾ. ആ കുടിശ്ശികയിൽ 804 കോടി രൂപ വാർദ്ധക്യകാല പെൻഷൻ, കർഷക തൊഴിലാളി ക്ഷേമ പെൻഷൻ 100 കോടി, വിധവാ പെൻഷൻ 449 കോടി, വികലാംഗ പെൻഷൻ 95 കോടി, അവിവാഹിതയായിട്ടുള്ള 50 വയസ്സിൽ താഴെ പ്രായമുള്ള സ്ത്രീകളുടെ പെൻഷൻ 26 കോടി. ഇത്രയും സംഖ്യ കുടിശ്ശിക വരണമെങ്കിൽ 3 മാസത്തെ പെൻഷൻ 600 വെച്ചാലാകുമോ? ഒരിക്കലും ആവില്ല. ശരി. അപ്പോൾ ഈ വസ്തുത 18 മാസം എന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. സഭാരേഖയിൽ എത്രയാണ് 25 മാസം വരെ കുടിശ്ശികയുള്ള പെൻഷൻ ഉണ്ടായിരുന്നു. അതിൽ 25 മാസം വരെ പെൻഷൻ കുടിശ്ശിക ചില പെൻഷനുകളുടെ കാര്യത്തിൽ അന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അന്ന് 15,000 രൂപ വരെ ഒരാൾക്ക് പെൻഷൻ കുടിശ്ശികയായിട്ട് കിട്ടി. 1ാം പിണറായി സർക്കാരിൻ്റെ ആദ്യ ഓണക്കാലത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ഒന്ന് അന്വേഷിക്കണം, 15,000 രൂപ വരെ ഒരു വീട്ടിൽ ഒരു ഗുണഭോക്താവിന് പെൻഷൻ കുടിശ്ശിക കിട്ടി. 600 വെച്ച് 15,000 പെൻഷൻ കുടിശ്ശിക കിട്ടണമെങ്കിൽ എത്ര പെൻഷൻ വേണം? എത്ര മാസത്തെ പെൻഷൻ വേണം? ഇതായിരുന്നു യാഥാർത്ഥ്യം. റൈറ്റ്. ഞാൻ താങ്കളിലേക്കും വരാം. ഇവിടെ അഡ്വക്കേറ്റ് ലാൽകുമാർ, ഇപ്പോൾ ഈ കാര്യങ്ങളാകെ സംസാരിച്ച് വരുമ്പോൾ നേരത്തെ അനിൽ ബോസാണ് പിന്നിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയത്. അതേ തുടർന്ന് ഇപ്പോൾ പ്രേംകുമാർ MLAയും ആ നിലയിൽ അത് സൂചിപ്പിച്ചു. മറ്റൊന്നുകൂടി ഞാൻ താങ്കളുടെ കൂടി ശ്രദ്ധയിലേക്ക് വിടാം. നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യം 15/2/2016 എന്ന് വെച്ചാൽ UDF ഭരിക്കുന്ന കാലം, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന മാസങ്ങളാണ്. അന്ന് ഡോക്ടർ MK മുനീർ, അന്ന് അദ്ദേഹം പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയാണ്. ചോദ്യം ഇതായിരുന്നു, സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇപ്പോൾ ശ്രീ പ്രേംകുമാർ പറഞ്ഞതിനും അപ്പുറമാണത്, 1397.70 കോടി രൂപ. വാർദ്ധക്യകാല പെൻഷൻ 366 കോടി രൂപ, വികലാംഗ പെൻഷൻ 166.70 കോടി, വിധവാ പെൻഷൻ 553.20 കോടി. പക്ഷേ അന്നത്തെ തുക വളരെ ചെറുതാണെന്നതുകൂടി ഓർക്കണം. ആ ചെറിയ തുകയിലാണ് ഇത്ര വലിയ പെരുകിയ കോടികളുടെ കുടിശ്ശിക. അതാണ് ഞാനത്തെ അനിൽ ബോസിനോട് ഞാൻ ചോദിച്ചു, താങ്കളത് വായിക്കുമ്പോൾ ആകെ എത്ര കോടിയുടെ കുടിശ്ശിക വരുത്തിയിട്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ പോയത് എന്നെൻ്റെ ഒരു ചോദ്യമുണ്ടായിരുന്നു. താങ്കളത് കേൾക്കാതെ പോയതാകാം. ഇവിടെ ലാൽകുമാർ, ഈ പ്രശ്നം ഈ രൂപത്തിലൊക്കെ നിൽക്കുന്നു. ഈ ക്ഷേമ പെൻഷനാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഐറ്റമായി ഇന്ന് നിയമസഭയിൽ നിന്ന് നമ്മളെല്ലാവരും കണ്ടത്. ജനജീവിതം ഇതിലൂടെ ബുദ്ധിമുട്ടിലേക്ക് എന്നൊരു പ്രതീതി എന്ന ഒരവസ്ഥ പൊതുവെ ഉണ്ട് എന്നാണ് പ്രതിപക്ഷം ഇതിലൂടെ ധരിച്ചു വെച്ചിരിക്കുന്നത്. ആ നിലയിലാണ് വിഷയത്തെ അവർ സമീപിച്ചിരിക്കുന്നത്. ലാല് അല്ല ശരത്തേട്ടാ, ഇവിടെ ഈ പറയുന്ന വാദങ്ങൾക്ക് വലിയ പ്രസക്തിയൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ലെറ്റ് us കം ടു ദ നമ്പേഴ്സ്. ഒരാൾക്ക് പെൻഷൻ കിട്ടുന്നത് ഇപ്പോൾ 1,600 രൂപയാണല്ലോ, അല്ലേ? 1,600 രൂപ. കഴിഞ്ഞ ഒരു വർഷം കേരള സർക്കാർ ആ പെൻഷൻ കൊടുത്തിട്ടില്ല എന്നിരിക്കട്ടെ, ഞാൻ പറയുന്നത് കൊടുത്തിട്ടില്ല, അങ്ങനൊരു അസംഷൻ നിങ്ങൾ എടുക്കുക. ഞാൻ പറയുന്നത് ഇപ്പോഴത്തേക്ക് അങ്ങ് ശ്രദ്ധിക്കുക. അങ്ങനാണെങ്കിൽ ആ ഒരു വർഷത്തെ പരമാവധി ഒരാൾക്ക് കിട്ടാൻ പറ്റുന്ന പെൻഷൻ എത്രയാണ്? 20,000 രൂപ താഴെയാണല്ലോ, അല്ലേ? അതിനുവേണ്ടി കേരളത്തിൽ ഒരാൾ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ പറഞ്ഞ ഒരു വർഷത്തെ മൊത്തം കൊടുക്കാതിരുന്നാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് ആത്മാർത്ഥമായി നിങ്ങൾ നെഞ്ചിൽ കൈവച്ച് നിങ്ങൾ പറ, ഒരാൾ ഈ പറയുന്ന കണക്കനുസരിച്ചാണ് 10,000 രൂപ താഴെയാണ്. 10,000 രൂപ താഴെ കിട്ടാനുള്ള ഒരു വിഷയത്തിൽ ആത്മഹത്യ ചെയ്യൂ? ശരത്തേട്ടൻ പറഞ്ഞ കണക്കനുസരിച്ച് 5,000 രൂപ താഴെയാ, അല്ലേ? ശരത്തേട്ടൻ പറഞ്ഞ കണക്കനുസരിച്ച് 5,000 രൂപ താഴെയാ കിട്ടാനുള്ളത്. ഈ ഡിസംബറിൽ കുടിശ്ശിക ചേർത്ത് കൊടുത്തുവെങ്കിൽ ജനുവരിയും ഫെബ്രുവരിയാണ് ബാക്കിയുള്ളത്. ഫെബ്രുവരിയിലല്ലോ, ജനുവരിയിലായുള്ളൂ. നിങ്ങൾ അവരുടെ കണക്ക് തന്നെ എടുക്കുക. നവംബറിൽ അദ്ദേഹം മേടിച്ചിട്ടില്ല, കിട്ടിയിട്ടില്ല. നവംബർ, ഡിസംബർ, ജനുവരി. ഓക്കെ. ഈ പറയുന്ന പറയുന്നവർക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ കേൾക്കുന്ന നാട്ടുകാർക്ക് ഇത് മനസ്സിലാകത്തില്ലേ? 7,000 രൂപ 8,000 രൂപ ക്ഷേമ പെൻഷൻ കിട്ടാത്തത് കൊണ്ട് ഒരാൾ ആത്മഹത്യ ചെയ്തു. അങ്ങനെ ഒരു സാമൂഹ്യ സാഹചര്യം കേരളത്തിലില്ല. ഇതിപ്പോൾ ആരെന്നാ പറഞ്ഞാലും ഇല്ല.
ആ സാമൂഹ്യ സാഹചര്യവും ഇല്ല, രാഷ്ട്രീയ സാഹചര്യവും ഇല്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഒരു ഉദാഹരണം, ഈ പറഞ്ഞ കേസിൽ അദ്ദേഹത്തിൻ്റെ പൈസയില്ല. അവിടുത്തെ കോൺഗ്രസ്സുകാർ കാശ് കൊടുക്കുമല്ലോ, അവിടുത്തെ കോൺഗ്രസ്സുകാർ കാശ് കൊടുക്കും. ചേട്ടാ ഇന്നാ വെച്ചോ, പിന്നെ തന്നാ എന്ന് പറഞ്ഞ് കാശ് കൊടുക്കും. അതിനുള്ള സാമൂഹ്യ അടിത്തറ ഈ നാട്ടിലുണ്ട്. ഞാൻ CPM കാരനല്ല പറഞ്ഞത്, കോൺഗ്രസ്സുകാരെന്നാണ് പറയുന്നത്. അതിനുള്ള അടിത്തറ, ആ മനുഷ്യനെ ആത്മഹത്യയിലേക്ക് പോകാത്ത രീതിയിൽ ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ മാത്രം അദ്ദേഹം നേരിടുന്നതെങ്കിൽ കേരളത്തിൽ ഒരാൾ ആത്മഹത്യ ചെയ്തില്ല. നിങ്ങൾ എന്തോ പറഞ്ഞാൽ ആത്മഹത്യ ചെയ്തില്ല. ശരത്തേട്ടന് തോന്നുന്നുണ്ടോ ആത്മഹത്യ ചെയ്യുന്നു? ശരത്തേട്ടൻ പറ, അത് കഴിഞ്ഞ് ഞാൻ മറുപടി പറയാൻ ബാക്കി. ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥ കേരളത്തിലില്ല എന്ന പൊതുവാദത്തോട് യോജിക്കുന്നയാളാണ് ഞാൻ. യാതൊരു സംശയവും വേണ്ട. ആ നിലയിൽ കേരളം പുരോഗതി വളരെ സാമൂഹ്യപരമായി മുന്നോട്ട് നിൽക്കുന്നൊരു സ്റ്റേറ്റ് തന്നെയാണ്, യാതൊരു സംശയമില്ല. നമ്മുടെ ഒരു പ്രശ്നം വന്നാൽ, അപ്പുറത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ ഒരു പ്രശ്നം വന്നാൽ, ആ പ്രശ്നത്തിൽ രാഷ്ട്രീയം മാറ്റിവെച്ച് നമ്മൾ സഹായിക്കത്തില്ലേ? 30-35 കോടി രൂപ ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ചുമ്മാതെ ഓൺലൈൻ വഴി ഉയർത്തുന്ന അല്ലെങ്കിൽ റേസ് ചെയ്ത് ആൾക്കാരുടെ അക്കൗണ്ടിലേക്ക് റേസ് ചെയ്യുന്ന മലയാളിയെക്കുറിച്ചാണോ ഈ പറയുന്നത്? 10,000 രൂപയ്ക്ക് താഴെയുള്ളതിന് ആത്മഹത്യ ചെയ്തെന്ന്. ഇതൊക്കെ വേറെ എവിടെയും പോയി പറയുന്നു. ചുമ്മാ ഇതൊക്കെ ആര് കേൾക്കാനാ? ഇതൊക്കെ പറയണം. ഇതുപോലുള്ള കാര്യങ്ങൾ പറയണം. പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവർ പറയുന്നതിൻ്റെ പൊള്ളത്തരം പറയാൻ പറ്റൂ. കുറേ കണക്കുകൾ, ഈ കണക്ക് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതാണ് സത്യത്തിൽ കണക്ക്. ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ കണക്ക് കൂട്ടി നോക്ക്. ഒന്നത്. പിന്നെ UDFൻ്റെ കാലത്ത് ഇത് കൊടുക്കാനുണ്ടായിരുന്നു. നിങ്ങൾ എന്തോ പറഞ്ഞാലും കൊടുക്കാനുണ്ടായിരുന്നു. 19 മാസത്തെ മറ്റോ കൊടുക്കാനുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ കണക്കില്ല, അതുകൊണ്ട് നിങ്ങൾ ശരിയാണെന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ പറയുന്ന കള്ളത്തരമാണെങ്കിൽ അത് ജനം മേടിക്കാത്ത, പൈസ കിട്ടാത്ത ജനങ്ങൾക്കറിയാമല്ലോ. എന്നെ കേൾക്കുന്ന ക്ഷേമ പെൻഷൻ മേടിക്കുന്ന എന്നെ കേൾക്കുന്നവർ പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് UDF ഭരിച്ച കാലം എന്ന് വെച്ചാൽ 2016 മുമ്പുള്ളതിന് നിങ്ങൾക്ക് കുടിശ്ശിക ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് നിങ്ങളങ്ങ് ആലോചിച്ചാൽ മതിയല്ലോ. എന്നിട്ട് ഇത് കള്ളത്തരമാണോ ഇല്ലയോ എന്ന് തീരുമാനിച്ചാൽ മതിയല്ലോ. ഞാനത് പറഞ്ഞു തീർക്കട്ടെ, അതങ്ങ് തീരുമാനിച്ചാൽ മതിയല്ലോ. അടുത്തത്, പിന്നെ ഈ പെൻഷനുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കുമ്പോൾ ഇവർ ഹോംവർക്ക് നടത്തിയിട്ടാണല്ലോ ചോദ്യം ചോദിക്കുന്നത് അല്ലേ? ഈ പറയുന്ന മനുഷ്യൻ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം അത് കണ്ടുപിടിക്കുക, അത് പൊളിറ്റിക്കലി യൂസ് ചെയ്യുക എന്നുള്ളതാണല്ലോ ഇവിടുത്തെ ലക്ഷ്യം. അല്ലാതെ ഈ പറയുന്ന ഈ ടെമ്പിൾ ഓഫ് ഡെമോക്രസി എന്ന് പറയുന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിങ്ങൾ വന്ന് ഇങ്ങനൊരു രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുമ്പം ആ രാഷ്ട്രീയ ആരോപണത്തിൻ്റെ ലക്ഷ്യം എന്താ? അതിൻ്റെ പുറകിലുള്ള ബാക്ക് വർക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണം. അപ്പം നിങ്ങൾ ഇതൊന്നും എടുക്കാതെ ചുമ്മാ വന്ന് ചന്തയ്ക്ക് വന്നവരെ വന്നിരുന്ന് ചോദിച്ചതാണോ? ഞാൻ വിശ്വസിക്കത്തില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കൃത്യമായിട്ട് നമ്പേഴ്സ് ഉണ്ട്, അത് പറയാത്തതാണ്. എന്നിട്ട് ഇപ്പോൾ വന്നിരുന്ന് ഞങ്ങൾ അങ്ങ് നിരാകരിച്ചിരിക്കുന്നു, അവിടെ കൊടുത്തിട്ടില്ല എന്നങ്ങ് പറയുക. അങ്ങനെ പറഞ്ഞാൽ ഒക്കത്തില്ല. അത് അനിൽ ബോസ് പറഞ്ഞാൽ ഒക്കത്തില്ല. കാര്യം നിയമസഭയുടെ പ്രിവിലേജിനെ ബാധിക്കുന്ന കാര്യമാണ്. മന്ത്രി തെറ്റിദ്ധരിപ്പിച്ചാൽ നിയമസഭയ്ക്ക് അദ്ദേഹത്തിനെതിരെ മൂവ് ചെയ്യാമല്ലോ. ധൈര്യമുണ്ട് മൂവ് ചെയ്യാൻ പറയുന്നത്. ഇപ്പം നമ്പർ കിട്ടിയല്ലോ, നാളെ മൂവ് ചെയ്യാൻ പറ. തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറഞ്ഞ് ഇപ്പം അനിൽ ബോസ് നിരാകരിച്ചല്ലോ. പ്രതിപക്ഷ നേതാവ് ധൈര്യം ഉണ്ടെങ്കിൽ നാളെ മൂവ് ചെയ്യട്ടെ. ഇച്ചിരൂടെ പുളിക്കും പ്രതിപക്ഷ നേതാവ് മൂവ് ചെയ്യണമെങ്കിൽ. ചുമ്മാ ഇവിടുന്ന് പറഞ്ഞേച്ച് പോകാൻ പറ്റും, നാട്ടുകാർക്ക് കേട്ടിട്ട് പോകാൻ പറ്റും. ഞാൻ ചോദിക്കുന്നത്, ഇന്ന് ഈ നമ്പേഴ്സ് അവസാനിക്കല്ലോ. ഇന്ന് അനിൽ ബോസ് നമ്മളെ ബോധ്യപ്പെടുത്തിയ സത്യം, നമ്മൾ പറഞ്ഞ കള്ളത്തരം ഇവിടെ ഇങ്ങനെ നിലനിൽക്കല്ലേ? ഈ പറയുന്ന അടിസ്ഥാനപരമായി ഈ ധനമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ള കാര്യം വരട്ടെ. ധനമന്ത്രി അപ്പോൾ കണക്കും കൊണ്ടുവരും. അപ്പം നാളെ നിങ്ങൾ ധനമന്ത്രിക്കെതിരെ നിങ്ങൾ മോഷൻ മൂവ് ചെയ്യണം. ധൈര്യമുണ്ട് നിങ്ങൾ മൂവ് ചെയ്യണം. അത് അടുത്തത്. ചെയ്യത്തില്ലെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു ചെയ്യത്തില്ലെന്ന്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരളത്തിൽ നടക്കുന്ന ഒരു നറേറ്റീവ്, അത് ഈ മറിയക്കുട്ടി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒറ്റ സെക്കൻഡ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരളത്തിൽ നടക്കുന്ന ഈ മറിയക്കുട്ടിയുമായി ബന്ധപ്പെട്ട വരുന്ന വിഷയത്തിൽ കേരളത്തിലെ സംസ്ഥാന സർക്കാർ പരാജയപ്പെടുന്നു. സംസ്ഥാന സർക്കാർ പരാജയപ്പെടുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിൽ നമ്മൾ സമ്മതിക്കാം, നമ്മൾ പരാജയപ്പെടുന്നു. ജനങ്ങളിലേക്ക് ഈ പണം എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. കേന്ദ്ര സർക്കാർ പണം തരുന്നില്ല, കുടിശ്ശിക തരുന്നില്ല, റവന്യൂ ജനറേഷൻ്റെ ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നു, GST വന്ന ശേഷം ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. എല്ലാവർക്കും 1600 അല്ല അതിൽ കൂടുതൽ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് സർക്കാർ. അപ്പം ഇവിടെ നിങ്ങൾ കൊടുത്തിട്ടില്ലാത്തതോടെ കൊടുത്ത് ഒരു സർക്കാർ അധികാരത്തിൽ വന്ന് കുടിശ്ശിക ഇല്ലാതെ മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴാണ് കുറച്ച് ടെമ്പററി പീരീഡിലേക്കാണ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്. ആ ടെമ്പററി പീരീഡിലേക്കുള്ള ബുദ്ധിമുട്ട് നമുക്ക് ജനങ്ങളോട് പറഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാവും. കാര്യം നമ്മൾ കൊടുത്തിട്ടുള്ളവരാ, തല ഉയർത്തി അന്തസ്സായിട്ട് നിന്നിട്ടുള്ളവരാണ്. ഇവർക്ക് അന്തസ് എന്ത്? 600 രൂപ കൊടുത്തിട്ട് 600 രൂപ 19 മാസം കടം ഉണ്ടാക്കി വെച്ചിട്ട് ന്യായം പറയുന്നു.
ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. ഇതിപ്പോൾ അൽബോസ് ഏതായാലും ഈ ഒരൊറ്റ കേസ് ഉന്നയിച്ചുകൊണ്ട് ഇതിനകത്ത് കൂടി ക്ഷേമ പെൻഷൻ വിതരണം ആകെ പ്രതിസന്ധിയിലെന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു നിഗമനത്തിലേക്ക് പോകുന്നതിൽ പ്രതിപക്ഷം പാളിപ്പോയി പൊളിഞ്ഞു പോയി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ വസ്തുതകൾ മനസ്സിലാക്കാതെയാണോ പ്രതിപക്ഷം കാര്യങ്ങളെ ഏറ്റെടുക്കുന്നൊരു പ്രശ്നം ഞാൻ വീണ്ടും അവതരിപ്പിക്കുന്നു. ഞാൻ പറയുന്നത് താങ്കൾ ക്ഷമയോടെ കേട്ടാലേ അത് താങ്കൾക്ക് യോജിക്കാം. പ്രതിപക്ഷം ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി സഭയിലേക്ക് അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നതാണ്. സർക്കാരിൻ്റെ രേഖകളും കാര്യങ്ങളും അവിടെ നിൽക്കട്ടെ. ഫീൽഡിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സർക്കാരിനെ ഒരു അടിക്കാൻ കിട്ടിയ ഒരു ആയുധം എന്ന നിലയിൽ മാത്രം പ്രശ്നത്തെ സമീപിച്ചാൽ പാളിപ്പോകുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന വലിയ വിശ്വാസ്യത നഷ്ടമുണ്ട്. അത് ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നു എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതുകൊണ്ടാണ് മന്ത്രി കണക്കുകൾ വെച്ച് അതാ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ നിരാകരിക്കാൻ കഴിയാതെ പോകുന്നതും ചർച്ചയുടെ ഭാഗമായി താങ്കൾക്ക് ഇവിടെ നിരാകരിക്കേണ്ടി വരുന്നതും. ലാല് പറഞ്ഞ പോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അങ്ങനെയാണെങ്കിൽ നാളെ സഭയുണ്ടല്ലോ, സഭയിൽ ധനമന്ത്രിക്കെതിരെ നിങ്ങൾ മൂവ് ചെയ്യണം അങ്ങനെ ഉണ്ടെങ്കിൽ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇനി മറിയക്കുട്ടിയുടെ കേസെടുക്കാം. മാധ്യമങ്ങളിൽ കണ്ടപാട് അതിലൊരു എടുത്തുചാട്ടം നടത്തി. ഒടുവിൽ അവരെ നമ്മൾ കണ്ട് BJPയുടെ വേദിയിലാണ്. KPC പ്രസിഡന്റ് എന്താണ് പറയുക, 2 മാസത്തിനകം വീട് വെച്ച് നൽകും എന്ന നിലയിലാണ് പറയേണ്ടി വന്നു. ഒടുവിൽ എന്തായി? വലിയ തോതിൽ പരിഹാസ കഥാപാത്രങ്ങളായി നേതൃത്വം മാറുകയല്ലേ? ഇങ്ങനെയാണോ പ്രശ്നങ്ങളെ പ്രതിപക്ഷത്തിരിക്കുന്നൊരു പാർട്ടിയും അതിനെ നയിക്കുന്ന കോൺഗ്രസും ഏറ്റെടുക്കേണ്ടതും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും? എൻ്റെ ശരത്തെ, ഞാൻ ഈ ലാൽകുമാറുമായിട്ട് നല്ല സൗഹൃദമുള്ള ഒരാളാണ്. ഇത്രയും വസ്തുതാവിരുദ്ധമായി പച്ചക്കള്ളം പറയാൻ മടിയുള്ള ഒരാളായി എനിക്ക് ആദ്യമായിട്ടാണ് ഈ ചർച്ചയിൽ ബോധ്യപ്പെടുന്നത്. ആദ്യമായിട്ടാണ്. നമുക്ക് ജയിക്കാൻ വേണ്ടി, രാഷ്ട്രീയ സ്നേഹത്തിന് വേണ്ടിയൊക്കെ നമുക്ക് അഭിപ്രായങ്ങൾ പറയാം. പക്ഷേ ലാലയ്ക്കിനെ അതപ്പതിക്കരുത്. ഈ കാര്യത്തിൽ താങ്കളോട് ഞാൻ പൂർണ്ണമായി വിയോജിക്കുകയാണ്. എല്ലാ റെസ്പെക്റ്റോടും കൂടി വിയോജിക്കുകയാണ്. കാരണം നമ്മൾ നിയമസഭയിൽ തോമസ് ഐസക് ഉൾപ്പെടെയുള്ള ആളുകൾ രേഖകൾ സഹിതം പറഞ്ഞൊരു കാര്യം വെച്ച് ചർച്ച ചെയ്യുമ്പോഴും നിങ്ങൾ വീണ്ടും ഒരു 4ാം കിട സഖാവ് പോലും പറയാൻ അറയ്ക്കുന്ന തരത്തിൽ താങ്കൾ പറയുകയെന്ന് പറഞ്ഞാൽ എനിക്ക് സത്യത്തിൽ വളരെ വിഷമവും പ്രയാസവും തോന്നി താങ്കളുടെ ഈ പ്രതികരണത്തിൽ. ഇന്നത്തെ എത്രയോ കാലം നമ്മൾ ചർച്ചയിലിരുന്നു, അതിലും മോശമായിട്ടാണ് എത്രയോ കാലം നമ്മൾ തർക്കിക്കുമ്പോഴും 4ാം കിട സഖാവ് എന്ന നിലയിലേക്കൊക്കെയാണോ താങ്കൾ ലാലിനെ മോശക്കാരനാക്കാൻ വേണ്ടി താങ്കൾ പറഞ്ഞു വെക്കുന്നത്? അതിലും മോശമായിട്ടാണ്. ആ നിലയിൽ ഒരു ചർച്ചയിൽ താങ്കളെ പോലുള്ള പൊതുപ്രവർത്തകരൊക്കെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് ശരിയാണോ എന്ന് സ്വയം ആലോചിച്ചോളൂ. ഒരു മിനിറ്റ് ശരത്തെ, ഈ 4ാം കിട ഗാന്ധിയന്മാർ എന്നൊരു പ്രയോഗം ഉണ്ടോ നമ്മുടെ നാട്ടിൽ? ലാല് സംസാരിച്ചപ്പോഴും അല്ല, താങ്കളുടെ ഒരു തെറ്റ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഞാനൊരു ഒരു മിനിറ്റ് ഞാനൊന്ന് പറയട്ടെ ശരത്തെ. നിങ്ങൾ 3 പേര് നിങ്ങളൊരു മിനിമം മര്യാദ പാലിക്കുക. നിങ്ങൾ CPMൻ്റെ ചാനലാണെന്ന് അറിഞ്ഞിട്ടാണല്ലോ ഞാൻ ഈ ചർച്ച വന്നിരിക്കുന്നത്. നിങ്ങൾ 3 പേരും CPMകാരാണെന്ന് അറിഞ്ഞിട്ടാണല്ലോ ഞാൻ ഈ ചർച്ച വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ അസഹിഷ്ണുത കാണിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ 3 പേരും കിട്ടുന്ന സമയത്ത് പറഞ്ഞു. സമയം ഒരു തർക്കമില്ല, നിങ്ങൾ എടുക്കുന്നുണ്ട്. അവിടെ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. നിങ്ങൾക്ക് വിമർശിക്കാം, വിയോജിക്കാം. എൻ്റെ വാക്കുകളിൽ പിഴവുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ആക്ഷേപിക്കാം. എനിക്ക് അതിനൊന്നും വിരോധമില്ല. ഞാൻ പറഞ്ഞ ലാലും ഞാനുമായി എത്രയോ ചർച്ചകൾ ഇരുന്നിട്ടുണ്ട്. ലാല് എടുക്കുന്ന പല സ്റ്റാൻഡിലും ഞങ്ങൾ വിയോജിക്കുമ്പോഴും അദ്ദേഹം പറയുന്ന കാമ്പുള്ള കാര്യമാണെങ്കിൽ അത് അംഗീകരിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഈ ചർച്ചയിൽ അദ്ദേഹം നന്നായി പരാജയപ്പെട്ടു പോയി, അത് മോശമായി പോയി എന്ന് ഞാൻ എൻ്റെ വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തുകയാണ്. താങ്കൾ അതിൽ കയറി എന്താ പറയുക, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അതിലൊന്നും പിഴിയാൻ ഇങ്ങോട്ട് പോരണ്ട. പിന്നെ മറിയക്കുട്ടി എന്ന് പറയുന്ന കഥാപാത്രം 5 മാസത്തെ പെൻഷൻ കിട്ടാത്തതിൻ്റെ പേരിൽ അവർക്കെതിരെ അവരെടുത്തിട്ടുള്ള ഒരു പ്രതിഷേധത്തിനെതിരെ CPM എടുത്തിട്ടുള്ള സമീപനമുണ്ട്. അല്ല, ഞാൻ പറയട്ടെ, ഒരു സംശയം പറയാൻ നേരമില്ല. ഞാൻ പറഞ്ഞു തീർന്നിട്ട് അല്ലല്ല ശരത്ത്, ഞാൻ പറഞ്ഞു തീർന്നിട്ട് പ്രേക്ഷകരുടെ മുന്നിൽ എന്നെ അങ്ങനെ മോശക്കാരനാക്കാതെ ഞാനങ്ങ് പറയട്ടെ പ്ലീസ്. നിങ്ങൾ 3 പേര് സംസാരിക്കുന്നിടത്ത് നിങ്ങൾ അല്ലല്ല അതൊക്കെ പറയാം. നിങ്ങൾ വസ്തുതയുടെ പിൻബലമില്ലാതെ കൃത്യമായ നിയമസഭാ രേഖകൾ വെച്ച് ഒരു ഡിബേറ്റിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ വീണ്ടും കള്ളം പറയുകയാണ്. 19 മാസം കുടിശ്ശിക കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞ് UDF ഗവൺമെന്റ് വീഴ്ച വരുത്തി. അത് നിങ്ങളുടെ ദുർബലമായ വാദമാണ്. അത് ശരിയല്ല. നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിയാണ് അഭിപ്രായം പറയുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ തുടക്കത്തിലും പറഞ്ഞു, വീണ്ടും പറഞ്ഞു, ഇപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നു. മറിയക്കുട്ടി അല്ലല്ലേ പറയട്ടെ ലാല് പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ല. ഞാൻ കേട്ടിരിക്കുകയായിരുന്നു. അത് വേണ്ട, ഞാൻ പറഞ്ഞിട്ട് മതി. മറിയക്കുട്ടി എന്ന് പറയുന്ന കഥാപാത്രം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി, ഒരു പാവപ്പെട്ട പ്രായമായ ഒരമ്മ 5 മാസക്കാലം അവർക്ക് പെൻഷൻ കിട്ടാത്തതിന് വലിയ ഒരു പ്രതിഷേധം ഉയർത്തി. ദേശാഭിമാനി അവരെ ആക്ഷേപിച്ചതിന് വല്ല മര്യാദ കാണിച്ചോ?
അവസാനം അവർക്കിടെ പിന്നാലെ നടന്ന് മാപ്പ് പറയുന്ന ഗതികേട് CPM ഉണ്ടായില്ലേ? എടാ, കേരളത്തിലെ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഈ ജോസഫിന്റെ കേസും മറിയക്കുട്ടിയുടെ കേസും. നിങ്ങൾ മറന്നുപോയോ? ഹൈക്കോടതിയിൽ ജസ്റ്റിസ് നഗരേഷ് സ്വമേധയാ കേസെടുക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ ഈ ജോസഫിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ കേസെടുക്കാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉത്തരവിട്ടത് താങ്കൾക്കറിയാമോ? അനിൽ ബോസിനെ അങ്ങ് വിട്ടേര്, പ്രതിപക്ഷത്തിരിക്കുന്ന MLA-മാരെ അങ്ങ് വിട്ടേര്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജോസഫിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കാരണക്കാരായിട്ടുള്ള ആളുകൾക്കെതിരെ സ്വമേധയാ കേസെടുക്കാൻ തീരുമാനിച്ചത് നിങ്ങൾക്കറിയാമോ? കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയാണോ കേരള ഹൈക്കോടതി ചർച്ച ചെയ്യും? സ്വാഭാവികമല്ലേ അനിൽ ബോസേ? അല്ല, സഭയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ സഭയിൽ ആളുകൾ ചൂണ്ടിക്കാട്ടില്ലേ? ഇല്ല, സഭയിൽ കൊണ്ടുവരുന്നത് അല്ല, ചൂണ്ടിക്കാണിച്ചോ? നിങ്ങൾ ചൂണ്ടിക്കാണിച്ചോന്നേ. ഇത് ഡിബേറ്റ് അല്ലേ? ഡിബേറ്റിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയർന്നു വരും. ഞാൻ പറയുന്നത് മറിയക്കുട്ടി സംഭവത്തിലും ജോസഫ് സംഭവത്തിലും കേരള ഹൈക്കോടതിയുടെ നിലപാടുകൾ നിങ്ങൾ കാണാതെ പോകരുത്. ജില്ലാ കളക്ടറുടെ നിലപാടുകൾ നിങ്ങൾ കാണാതെ പോകരുത്. നിങ്ങൾക്ക് താല്പര്യമുള്ള മന്ത്രിയുടെ അഭിപ്രായം മാത്രം വെച്ച് നിങ്ങൾ ചർച്ച ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളങ്ങ് പറഞ്ഞോന്നേ. അത് വിശ്വസിക്കുന്നവർ വിശ്വസിച്ചോട്ടെ. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന ആളുകൾ എൻ്റെ ഭാഗത്ത് ശരിയുണ്ടേ എടുക്കുന്നേ, അവർ കേട്ടാൽ മതി. അതിനുവേണ്ടിയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് മറിയക്കുട്ടിയെ ആക്ഷേപിച്ചതിന് ശേഷം കാലുപിടിച്ച മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ ജോസഫിന്റെ കാര്യത്തിൽ കോടതി വരാന്ത നിരങ്ങേണ്ടി വരുന്ന മാർക്സിസ്റ്റ് പാർട്ടി 18 മാസക്കാലത്ത് വീട് പണി തറക്കൽ മറിയക്കുട്ടിയുടെ വീട് പണിക്ക് കല്ലിട്ട് നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഗൃഹപ്രവേശം നടക്കുമ്പോൾ ശരത്തിനെയും വിളിക്കാം. ഒരു പ്രധാനപ്പെട്ട ഞാൻ വന്ന് വിളിക്കും ശരത്തിനെ, ഞാൻ വന്ന് വിളിക്കും. ചോദിച്ചാണ് അദ്ദേഹത്തിന്റെ കൂടി സംശയ നിവൃത്തിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തെ കൂടി ക്ഷണിച്ചോളൂ. ഇവിടെ ലാല് പരാജയപ്പെട്ടു. അല്ലല്ല, പ്രേംകുമാറിനല്ല, ഞാൻ ശരത്തിനെ, ഞാൻ വാക്ക് പറയുന്നു. ഈ കൈരളിയുടെ പ്ലാറ്റ്ഫോമിൽ ഞാൻ ഉറപ്പ് തരുന്നു, മറിയക്കുട്ടിയുടെ ഗൃഹപ്രവേശന ചടങ്ങിന് ശരത്തിനെ ക്ഷണിക്കാൻ ഞാൻ വരും. ശരി ലാല്, വേഗം ലാല് കേൾക്കാമോ? ഇവിടെ പറഞ്ഞൊരു അല്ല, ഞാനൊരു നാലാംകിട സഖാവായി സംസാരിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഒന്നാംകിട രീതിയിൽ സംസാരിക്കാനുള്ള ഒരു ഒന്നാംകിട കോൺഗ്രസ്സുകാരനായി അദ്ദേഹം സംസാരിച്ച ആ നിലവാരം പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ ലെവലിലുള്ള നിലവാരം പുലർത്തിയുകൊണ്ട് എനിക്ക് അത്രയും വരാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് എന്നോട് ക്ഷമിക്കുക. പക്ഷേ ഞാൻ പറഞ്ഞതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ കുടിശ്ശിക നിങ്ങൾ ഈ പറയുന്നത് പോലെ 2 മാസമായിരുന്നില്ല. അതിന് പ്രേംകുമാർ മറുപടി പറഞ്ഞു. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. പ്രേംകുമാർ ഒരു കണക്ക് പറഞ്ഞായിരുന്നു, 25 മാസത്തിൻ്റെ വരെയുള്ള കണക്ക് പറഞ്ഞായിരുന്നു. എൻ്റെ കയ്യിൽ നമ്പേഴ്സ് ഇല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ തെറ്റാണെന്ന് കരുതരുത്. മനസ്സിലായില്ലേ? ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ എടുത്ത് നിങ്ങൾ ഇന്നത് എന്ന് പറയുന്നത് കൊണ്ട് എൻ്റെ ഇല്ല എന്ന് പറയില്ലേ. പിന്നെ അടുത്ത മറിയക്കുട്ടിയുടെ കാര്യം കൂടെ അതുകൂടെ കഴിഞ്ഞിട്ട് ഇനി ബാക്കി എന്തും ഉള്ളൂ. മറിയക്കുട്ടിക്ക് ചിലപ്പോൾ നിങ്ങൾ വീട് പണി നിക്ക് മറിയക്കുട്ടിക്ക് ഇവർ വീട് പണിയുമായിരിക്കും. കോൺഗ്രസ്സുകാരിയായ മറിയക്കുട്ടി ആണോ അവിടെ താമസിക്കുക, BJP-കാരിയായ മറിയക്കുട്ടിയാണോ അവിടെ താമസിക്കുക എന്നുള്ള കാര്യവും കൂടെ അനിൽ ബോസ് ഒന്ന് മറുപടി പറഞ്ഞിട്ട് പോകണമെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം BJP-യുടെ വേദിയിൽ പോയി BJP-യുടെ കൊണ്ടുവരാനാണ് നരേന്ദ്രമോദിയാണ് ജയിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞ ആൾക്ക് ഇവർ വീട് പണി. എന്റെ ചോദ്യം KPCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വെച്ചു കൊടുക്കുന്ന ആ വീടിന്റെ ക്ഷണക്കത്ത് കൊണ്ടുവരേണ്ടത് ആരാണ്? ലാലിന്റെ ഒരു സെൻസിബിലിറ്റിയിൽ ആ വീടിന്റെ ക്ഷണക്കത്ത് കൊണ്ടുവരേണ്ടത് ആരാണ്? അനിൽ ബോസ് ആണോ അതോ വേറെ ആരെങ്കിലും ആണോ? അതെ, പണം KPCC-യുടെ ആണ്. ലാലിനോടാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ പെൻഷനുമായി ബന്ധപ്പെട്ട് ഞാൻ 2 കാര്യങ്ങൾ അനിൽ ബോസ് ഒരു നിമിഷം അദ്ദേഹം തീർക്കട്ടെ. ലാൽകുമാർ തീർക്കട്ടെ. ഞാൻ വഴങ്ങുന്നില്ല. താങ്കളോട് തന്നെയാണ്. താങ്കളുടെ ഫോണിലേക്ക് നിയമസഭാ പെൻഷൻ രേഖയുമായി രേഖ എനിക്കൂടെ അയക്ക്, എനിക്കൊന്ന് അറിയാൻ വേണ്ടിയാ. തീർക്കൂ പറഞ്ഞു തീർക്കൂ വേഗം. എനിക്ക് അറിയാൻ വേണ്ടിയാണ്. പ്രേംകുമാർ പറഞ്ഞതിന്റെ രേഖ പറഞ്ഞുതരാം. നിയമസഭാ രേഖ എനിക്കൊന്ന് ഒരു വിഷയത്തിൽ ഞാൻ ലാലിന് അയച്ചിട്ടുണ്ട്. സമ്മതിച്ചു. അതേ പറയട്ടെ. ലുക്ക് നിക്ക്, എൻ്റെ പൊന്നല്ലേട്ടാ ഒന്നും മിണ്ടായിരിക്കാവോ? ഞാൻ സംസാരിക്കട്ടെ. ഓക്കെ. ശരത്തേട്ടാ എനിക്ക് മറുപടി പറയണം. എനിക്ക് അടുത്ത പ്രാവശ്യം വരണ്ട, എനിക്ക് മറുപടി പറയണം. നിങ്ങൾ ചെറിയ പിക്കിംഗ് നടത്തി ഒരു ഡോക്യുമെന്റ് എൻ്റെ അടുക്ക കൊണ്ടുവന്നാൽ
അതെനിക്ക് ഒബ്ജക്റ്റീവ് അനാലിസിസ് ആകത്തില്ല. അത് ഒബ്ജക്റ്റീവ് അനാലിസിസ് എനിക്ക് ആകത്തില്ല. എനിക്ക് ഒബ്ജക്റ്റീവ് അനാലിസിസ് എനിക്ക് തോന്നണമെങ്കിൽ എനിക്ക് ബാക്കി കണക്കുകൾ നോക്കണം. നിങ്ങൾ പറയുന്ന കണക്ക് വിശ്വസിക്കാൻ ഇരിക്കല്ല ഞാനിവിടെ. അതാണ് ആദ്യത്തെ കാര്യം. പ്രേംകുമാർ പറഞ്ഞ കണക്ക് നിങ്ങൾ വിശ്വസിക്കണ്ട. ഞാൻ പ്രേംകുമാർ പറഞ്ഞ കണക്ക് നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞില്ല. പ്രേംകുമാർ പറഞ്ഞ കണക്കിൽ ശരിയുണ്ടോ എന്ന് ജനങ്ങൾ വിശ്വസിച്ചോളൂ എന്നാണ് പറഞ്ഞത്. കാര്യം പൈസ മേടിക്കാൻ അവരാണല്ലോ, ആണല്ലോ അല്ലേ? കാര്യം പൈസ മേടിക്കാൻ ഞങ്ങളുടെ വീട്ടിലുള്ള കുടുംബക്കാരും ഉണ്ട്, എനിക്കത് അറിയാം. അതുകൊണ്ടാണ് ഞാൻ എത്ര ഉറപ്പിച്ച് പറയുന്നത്. അവരെ കാണുമ്പോൾ പറയുന്നതാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്ത് തന്നത് പിണറായി വന്ന ശേഷമാണെന്ന് പറയുന്ന വാക്കുകൾ ഞാൻ 1000 വട്ടം എൻ്റെ ചെവി കൂടെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നത്. ശരി, അതുകൊണ്ട് ഞാൻ തെറ്റാന്ന് വിചാരിക്കേണ്ട, അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഇവിടെ വന്നൊരു കാര്യമുണ്ടല്ലോ, മറിയക്കുട്ടിയുമായി ബന്ധപ്പെട്ടൊരു വിഷയം വന്നു. അവർ അതുകൂടെ പറഞ്ഞിട്ട് നിർത്തത്തുള്ള ശരത്തേട്ടാ, മറിയക്കുട്ടിയുമായി ബന്ധപ്പെട്ടൊരു വിഷയം വന്നു. മറിയക്കുട്ടിയുടെ വിഷയത്തിൽ അവർ BJP-യുടെ വേദിയിൽ പോയി. പ്രധാനമന്ത്രി വന്ന വേദിയിലല്ല, പ്രധാനമന്ത്രി വന്ന BJP-യുടെ വേദിയിൽ പോയി. എന്നിട്ട് അവർ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? കേന്ദ്രത്തിൽ വരേണ്ടത് രാഹുൽ ഗാന്ധിയാണ്, അല്ല സോറി നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിയാണ് കേന്ദ്രം ഭരിക്കാൻ നല്ലത്. അവർ പറഞ്ഞോ ഇല്ലയോ? ആ ആളുടെ അടിത്തറയാണല്ലോ നിങ്ങൾ ഇടുന്നത്, ആണല്ലോ അല്ലേ? ആ പുള്ളിക്കാരുടെ വീടിൻ്റെ അടിത്തറയാണ് നിങ്ങൾ ഇടുന്നതെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. എന്നുവെച്ചാൽ രാഹുൽ ഗാന്ധിയെ വേണ്ട, രാഹുൽ ഗാന്ധിയെ കൊള്ളാത്തവനാണ്, അതിന് നല്ലത് നരേന്ദ്രമോദിയാണെന്ന് പറയുന്ന ആളെയാണ് നിങ്ങൾക്ക് കേന്ദ്രത്തിൽ വേണ്ടത് എന്ന് പറയുന്ന ആളെയാണ് നിങ്ങൾക്ക് അടിത്തറ ഇടുന്നത്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നിങ്ങൾ അടിത്തറ ഇടുമായിരിക്കും, പാല് കാച്ചാനും ചിലപ്പോൾ പറ്റിയേക്കും. പക്ഷേ ആ വീട്ടിൽ താമസിക്കുന്നത് എന്തായാലും കോൺഗ്രസ്സുകാരിയായിട്ടുള്ള ഒരാളാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാര്യം നിങ്ങളുടെ MLA-മാർ പോലും അപ്പുറത്ത് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ പാവപ്പെട്ട ഒരു മറിയക്കുട്ടിയൊക്കെ അപ്പുറത്ത് പോയാൽ ഒരു അത്ഭുതമൊന്നും ഞാൻ കാണുന്നില്ല. ശരി, ഞാൻ ശ്രീ പ്രേംകുമാറിലേക്ക് കൂടിയാണ് വരുന്നത്. ഇവിടെ ഇക്കാര്യത്തിൽ വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് സഭയിലെ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. പക്ഷേ അപ്പോഴും പ്രതിപക്ഷം ഈ UDF ഭരണകാലത്തെ കുടിശ്ശികയുടെ കാര്യത്തിൽ അവരുടേതായ ഒരു വാദം ഉന്നയിച്ചുകൊണ്ട് തന്നെ അതിനൊരു ഒരു ഡിഫൻസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കാലങ്ങളായിട്ടുണ്ട്, ഇപ്പോഴും അതുണ്ട്. ഇന്നും അതിൻ്റെ ഒരു ശ്രമമാണ് ഉണ്ടായത്. അനിൽ ബോസ് അത് ആവർത്തിച്ചു. താങ്കൾക്ക് അതേക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു മറുപടി, എങ്കിലും ഒന്നുകൂടെ പറയാം. ഒന്ന് ചുരുക്കി വേണം. ഞാൻ ചുരുക്കി വേഗം പറയാം. 3/3/2020 നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യം നമ്പർ 425 കോൺഗ്രസ് പ്രതിനിധി ഒന്ന് നോട്ട് ചെയ്യണം. 3/3/2020 നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യം നമ്പർ 425 മറുപടിയായി രാജു എബ്രഹാമിന് കൊടുത്ത മറുപടിയുണ്ട്. MLA ശ്രീ രാജു എബ്രഹാമിന് കൊടുത്ത മറുപടിയുണ്ട്. ശ്രീ തോമസ് ഐസക് ധനമന്ത്രി, അന്നത്തെ ധനമന്ത്രി കൊടുത്ത മറുപടി 1473 കോടി രൂപ UDF ഭരണകാലത്ത് കുടിശ്ശികയുണ്ട്. 1473 കോടി രൂപ. 34 ലക്ഷം മാത്രം പേർ അന്ന് പെൻഷൻ കൈപ്പറ്റുന്നവരായിട്ട് ഉണ്ടായിരുന്ന കേരളത്തിലാണ് ഈ സംഖ്യ 1473 കോടി രൂപ കുടിശ്ശിക വന്നത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമായി, ഒറ്റ നിമിഷം, ഒരു കാര്യം വ്യക്തമായി. UDF സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുന്ന ഘട്ടത്തിൽ മുനീർ തന്നെ അന്ന് മന്ത്രിയായിരിക്കെ കൊടുത്ത മറുപടിയിൽ സഭയിൽ 1397 കോടി രൂപ കുടിശ്ശികയുണ്ട് എന്ന് സമ്മതിച്ചിട്ടുണ്ട്. 2020 വരുമ്പോൾ അത് അധികരിച്ച് 1473 കോടി. കാരണം വീണ്ടും അത് 2ാം മാസമാണ്, ഫെബ്രുവരിയാണ്. പിന്നെ മാർച്ച്, ഏപ്രിൽ, മെയ്യിലാണ് പുതിയ സർക്കാർ വരുന്നത്. അപ്പോൾ 3 മാസം കൂടി വരുമ്പോൾ അത് ആ നിലയിൽ വർദ്ധിച്ചു. 1473 കോടി രൂപ 3 മാസം പെൻഷൻ വിതരണം ചെയ്യാൻ കേരളത്തിൽ വേണ്ട സംഖ്യയല്ല. 34 ലക്ഷം പേർക്ക് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 600 രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്നതിന് ഒരു കാരണവശാലും ഇത്രയും സംഖ്യ വേണ്ടതില്ല. 15,000 രൂപയെ പരമാവധി കുടിശ്ശിക കൊടുക്കാവൂ എന്ന് ബഹുമാന്യനായ 1ാം പിണറായി സർക്കാരിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന തോമസ് ഐസക് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ 3/3/2020 നക്ഷത്ര ചിഹ്നം ഇടാത്ത 425 നമ്പർ ചോദ്യത്തിന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ 3 മാസമാണോ എന്നുള്ള സംശയമൊന്നും കോൺഗ്രസ് പ്രതിനിധിക്ക് വേണ്ട. അതും വളരെ കൃത്യമാണ്, കറക്റ്റാണ്, ഈ സംഖ്യ ഉണ്ട്. ഇനി ഇവിടെ ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് ഒന്ന് പറയുന്നത്, ഇത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് പെൻഷൻ കേരളത്തിൽ മാസാമാസം വിതരണം ചെയ്തത് മുടങ്ങിയത്? എന്താണ് അതിന്റെ കാരണം? ഒരു വാക്ക് കേന്ദ്രത്തിനെതിരെ പറയാൻ കോൺഗ്രസിന്റെ പ്രതിനിധി ഈ സമയം വരെയും തയ്യാറായിട്ടില്ല. സഭയ്ക്കകത്തും ഉണ്ടായില്ല, സഭയ്ക്ക് പുറത്തും ഉണ്ടായില്ല. വിശ്വനാഥ് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, യോജിച്ച സമരത്തിന് നിങ്ങൾ തയ്യാറാകണം. ഡേറ്റ് തീരുമാനിക്കുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവുമായും ഉപനേതാവുമായും ചോദിച്ചല്ലോ. കേരളത്തിന് അർഹതപ്പെട്ടത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്ത് നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്? റൈറ്റ്. അപ്പോൾ ഏതായാലും ഒരു കാര്യം വ്യക്തമാകുന്നു. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് ആ കാലാവധി അവസാനിക്കുമ്പോൾ 2016 അവസാനിക്കുമ്പോൾ 1473 കോടി രൂപയുടെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നു. അതേ വർഷം 2016 ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, ഫെബ്രുവരി മാസം 15-ാം തീയതി ഡോക്ടർ MK മുനീർ മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ അത് 1397 കോടി രൂപയാണ്. അത് UDF-ന് നിഷേധിക്കാൻ കഴിയാത്തതാണ്. 1397. തുടർന്നുള്ള മാസങ്ങൾ കൂടി
കൂടി വരുമ്പോൾ അത് 1473 കോടി രൂപയുടെ കുടിശ്ശിക വരുത്തിയിട്ടാണ് സർക്കാർ പോയത് എന്ന കാര്യത്തിൽ ഇനി തർക്കത്തിന് സ്കോപ്പില്ല. പിന്നെ തുടർന്ന് അങ്ങോട്ട് കൊടുത്തതുമായി ബന്ധപ്പെട്ട് പിന്നെ ഇപ്പോഴത്തെ തടസ്സങ്ങൾ എന്ത്, അതിൻ്റെ അടിസ്ഥാന കാരണം എന്ത്, അതിലെന്തുകൊണ്ട് മൗനം പാലിക്കുന്നു? ഈ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് 3 പേരുടെയും ഹ്രസ്വമായ ഒരു മറുപടി എടുത്തുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. നേരത്തെ സ്വരാജിൻ്റെ ചോദ്യവും തോമസ് ഐസക്കിൻ്റെ മറുപടിയും, അതിലെ ഒന്നാമത്തെ ചോദ്യത്തിലെ ആദ്യത്തെ വാചകം തന്നെ ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ 2014 നവംബർ മുതൽ 2015 ജനുവരി വരെയുള്ള പെൻഷൻ തുക വിതരണം ചെയ്യപ്പെടാതെ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കുള്ള പെൻഷൻ എന്നിവ കുടിശ്ശിക ഉണ്ടായിരുന്നു എന്നാണ് ഒന്നാമത്തെ ചോദ്യത്തിലെ തന്നെ ആദ്യത്തെ വാചകം. പോട്ടെ, അതിലെ ബി, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ സർക്കാർ എന്ന് വെച്ചാൽ ഒന്നാം പിണറായി സർക്കാർ എത്ര മാസത്തെ ക്ഷേമ പെൻഷനുകൾ വിതരണം നടത്തി എന്ന് അറിയിക്കാമോ? വീണ്ടും 2014 നവംബർ മുതലുള്ള കുടിശ്ശികയും 2016 ജൂൺ മുതൽ 2017 മാർച്ച് വരെ 10 മാസക്കാലത്തെ പെൻഷനും ഈ സർക്കാർ വിതരണം ചെയ്തിട്ടുണ്ട്. അതിൽ 2014 നവംബർ മുതലുള്ള കുടിശ്ശിക എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി ഭരണകാലത്തെയാണ്. 2016 മെയ് മാസത്തിലാണ് പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത്. ഇത് അതുമായി ബന്ധപ്പെട്ട് വേറൊന്നുകൂടി ശ്രീ അനിൽ ബോസ്, അതായത് എൻ്റെ കയ്യിലുള്ള രേഖ 2016 ഓഗസ്റ്റ് മാസം 18-ാം തീയതിയുള്ള ഗവൺമെൻറ് ഓർഡറാണ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റേതാണ്. ആ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓർഡറിൽ പറയുന്നത് ഈ കുടിശ്ശിക അടക്കമുള്ള സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. നേരത്തെ താങ്കൾ പറഞ്ഞ DCB വഴി, ഡയറക്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് വഴി അഡ്വാൻസ് പെൻഷൻ, അതായത് 2016 മെയ് മാസത്തിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നു. ഈ ഓർഡർ 2016 ഓഗസ്റ്റ് മാസത്തെയാണ്. ഓണം സെപ്റ്റംബറിലാണ് ആ സമയത്ത്. അപ്പോൾ സെപ്റ്റംബറിലെ അഡ്വാൻസ് കൂടി ചേർത്ത് കൊടുക്കാൻ തീരുമാനിക്കുന്നു. എന്ന് വെച്ചാൽ നോക്കൂ, മെയ് മുതൽ സെപ്റ്റംബർ വരെ 5 മാസം. അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ കൊടുക്കുന്ന പെൻഷൻ 600 രൂപ, അത് വെച്ച് 3000 രൂപ. പക്ഷേ കൊടുത്തതോ നേരത്തെ പ്രേംകുമാർ MLA പറഞ്ഞതുപോലെ പരമാവധി 15,000 രൂപ വരെയായി നിജപ്പെടുത്തുന്നു. 15,000 രൂപ വരെ, ലിമിറ്റഡ് ടു എ മാക്സിമം ഓഫ് 15,000 rupees ഓൺലി ഫോർ ദി ഓണം പേയ്മെൻറ്റ്. ഓണം കൂടി കണക്കാക്കി ഒരാളിലേക്ക് പരമാവധി 15,000 രൂപ എത്തുന്ന വിധത്തിലേക്ക് അത് ക്രമപ്പെടുത്തുന്നു. എന്ന് വെച്ചാൽ ആ സർക്കാരിന് യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത് 3,000 രൂപയുടേതേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഈ 15,000 എന്ന് പറഞ്ഞാൽ അവശേഷിക്കുന്ന 12,000 രൂപ എന്തിൻ്റേതാണ്? ഉത്തരം വളരെ ക്ലിയർ അല്ലേ? 600 രൂപ വെച്ച് 20 മാസത്തെ 12,000 രൂപയും ആ സർക്കാരിൻ്റെ മെയ് മാസം മുതൽ സെപ്റ്റംബർ വരെയുള്ള 3,000വും ചേർത്ത് 15,000 രൂപ പരമാവധി എന്ന കണക്കിൽ ഒരാളുടെ കയ്യിൽ എത്തും വിധം പിണറായി സർക്കാർ അധികാരത്തിലെത്തി ആദ്യം വിതരണം ചെയ്തു. വ്യക്തം. ഇത് ഗവൺമെൻറ് ഓർഡറിലൂടെ കൊടുത്ത പണത്തിൻ്റെ കണക്കാണ്. മുമ്പ് സഭയിൽ പറഞ്ഞതും ഞാൻ ഒന്നും ചേർക്കുന്നില്ല. നിങ്ങളുടെ 3 പേരുടെയും വളരെ ക്വിക്കായിട്ടുള്ള റെസ്പോൺസിലേക്ക് ആദ്യം ശ്രീ അനിൽ ബോസ്. ഞാൻ ഇവിടെ MLA പറഞ്ഞത് 34 ലക്ഷം പേർക്ക് മാത്രമാണ് UDF ഗവൺമെൻറ് കാലത്ത് പെൻഷൻ കൊടുത്തിരുന്നത് എന്ന് അദ്ദേഹം ഒരു പ്രയോഗം ഇവിടെ നടത്തി. ഇന്ന് കൊടുക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ കണക്ക് അദ്ദേഹം ഇവിടെ പറഞ്ഞു. രേഖകൾ വെച്ചിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 50 ലക്ഷത്തിന് വേണ്ടി കൊടുക്കുന്നതിനെക്കുറിച്ച് ഞാൻ നിയമസഭയിൽ ശ്രീമതി കാനത്തിൽ ജമീല MLAയുടെ ചോദ്യമുണ്ട്, നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യം നമ്പർ 532. സംസ്ഥാനത്ത് നിലവിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എത്ര പേർക്ക് നൽകുന്നുണ്ട്? 2016 എത്ര പേർക്ക് നൽകുന്നുണ്ടായിരുന്നു? ചോദ്യമാണേ, ഞാൻ വേണേൽ അതും അയച്ചു തരാം. അതിൻ്റെ അകത്ത് വളരെ കൃത്യമായി പറയുന്നു, 2016 എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലയളവിൽ കൊടുത്തിരിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, പിന്നെ അതുപോലെ തന്നെ ക്ഷേമനിധി ബോർഡ് പെൻഷൻ, വിവിധ വകുപ്പുകൾ മുഖേനയുള്ള പെൻഷൻ മൊത്തം 48,52,668 പേർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് KN ബാലഗോപാൽ എന്ന ഇന്നത്തെ ധനമന്ത്രിയുടെ തന്നെ മറുപടിയാണ്. നിങ്ങളത് മനസ്സിലാക്കിയിരിക്കുക. ഇപ്പോൾ കൊടുക്കുന്നവരുടെ എണ്ണം 52,45,522 പേരാണ്. നിങ്ങൾ നോക്കിക്കോ, കണക്ക് പരിശോധിച്ചോ. UDF ഗവൺമെൻറ് കാലത്ത് കൊടുത്തിരുന്നത് 48,52,668 പേർക്ക്. 10 വർഷം പിന്നിടുമ്പോൾ UDF ഗവൺമെന്റിന്റെ കാലം എന്ന് പറഞ്ഞാൽ 2016 UDF മാത്രമല്ല LDFും ഭരിച്ച കാലമാണ്. 2016 എന്ന് പറയുന്നത് UDF മാത്രം ഭരിച്ച കാലമല്ല. പിണറായി സർക്കാർ വന്ന ശേഷം കൂട്ടിയെന്നാണോ? തീർച്ചയായിട്ടും എൻ്റെ പൊന്നെ, ഞാൻ പറയട്ടെ, UDF ഗവൺമെന്റ് കാലം 2016 ഏത് മാസമാണ് നിങ്ങൾ അധികാരത്തിൽ? 2016 അല്ല, മറുപടി പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറയട്ടെ, നിങ്ങൾ എന്തിനാ പെട്ടെന്നൊന്ന് ഞെട്ടി ഞാൻ ഒരു 50 ലക്ഷത്തിന്റെ കാര്യവും പറഞ്ഞിട്ടില്ല ഈ ഫ്ലോറിൽ.
ഞാൻ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, 34 ലക്ഷം എന്നുള്ളത്. ആ 34 ലക്ഷത്തിന്റെ കണക്ക് കൃത്യമായി ഞാൻ കാണിക്കുകയും ചെയ്യാം. ഞാൻ പറഞ്ഞ 3/3/2020 1473 കോടി രൂപ കുടിശ്ശിക ഉണ്ടായിരുന്നതുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് എന്തു പറയാനുണ്ട്? മാത്രമല്ല 15,000 രൂപ വീതം കുടിശ്ശിക കൊടുത്തതിന്റെ കണക്ക് ഞാൻ അവതരിപ്പിച്ചു. അല്ല, അത് തന്നെയാണ് ഗവൺമെന്റ് ഓർഡറും അവതരിപ്പിച്ചു. യെസ്, അല്ല ഓക്കെ. ഞാൻ ചോദിച്ചോട്ടെ, 50 ലക്ഷത്തിലധികം ആളുകൾ പെൻഷൻ ഗുണഭോക്താക്കൾ ഉള്ളപ്പോൾ അത് 1000 രൂപ 2000 രൂപ 3000 രൂപ വെച്ച് കുടിശ്ശിക വന്നു എന്നിരിക്കട്ടെ. 1 മാസത്തെ 2 മാസത്തെ 3 മാസം കുടിശ്ശിക വന്നാൽ അത് കോടികൾ വരും സാർ, അത് കോടികൾ വരും. തുക പറഞ്ഞ് നിങ്ങൾ അങ്ങനെ ആളുകളെ കബളിപ്പിക്കാൻ ശ്രമിക്കരുത്. തുക പറഞ്ഞ് അല്ലല്ല, ഉമ്മൻചാണ്ടി അധികാരമൊഴിയുന്ന സമയത്ത് 1 മാസത്തെ പെൻഷൻ ഞാനൊരു കാര്യം ഓക്കെ, താങ്കൾ പഠിച്ച് പിന്നീട് പറഞ്ഞാൽ മതി. ഓക്കെ, നമുക്കത് നിർത്താം. കാരണം എന്താ വെച്ചാൽ കുടിശ്ശിക ഉണ്ടായിരുന്നു എന്ന് വ്യക്തം. അല്ല, ഞാൻ പഠിച്ചല്ല പറയുന്നത്. ഞാൻ കേരള നിയമസഭയിൽ ഒരു സെക്കൻഡ്, കേരള ഒറ്റവാചകത്തിൽ നിർത്താറായി. കേരള നിയമസഭയിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള CPM നേതാവ് ധനകാര്യ വകുപ്പ് മന്ത്രി അത് കൊടുത്തതിന്റെ രീതി ആ ഗവൺമെന്റ് സംബന്ധിച്ച് ലാൽകുമാർ 9/8/2023 നിയമസഭയിൽ നിങ്ങൾക്ക് ഞാൻ പല മിണ്ടാതിരിക്കാൻ പറ. അതെന്താ ശരിയല്ലാത്ത? നിങ്ങൾ പറയുക. നിങ്ങൾ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ഈ സമയത്ത് വഴങ്ങത്തില്ല. ഞാൻ ഈ സമയത്ത് വിളിച്ചു പറയുമ്പോൾ ഞാൻ സംസാരിക്കുമെന്നേ. നിങ്ങൾ പറഞ്ഞിട്ട് ഇത് വേറൊരു ഏർപ്പാടാണ്. ശരിയായ രീതിയല്ല. ലാൽ പറയുന്നെങ്കിൽ പറയൂ. 2014 എന്ന് പറഞ്ഞൊരു കണക്ക് ഇങ്ങോട്ട് അയച്ചു തന്നു. ആ കണക്ക് ഈ പറയുന്ന അനിൽ ബോസ് അയച്ചു തന്ന കണക്കിനനുസരിച്ച് 2014 തൊട്ടുള്ളത് സർക്കാർ കൊടുത്തിട്ടുണ്ട്. അനിൽ ബോസ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അനിൽ ബോസ് എനിക്ക് അയച്ചു തന്ന കണക്കാ. 2014 തൊട്ടുള്ള ബി എന്ന് പറയുന്ന സ്വരാജിന്റെ ചോദ്യത്തിന് 2014 തൊട്ടുള്ളതെന്നാ. അതല്ലല്ലോ ഇവിടെ അനിൽ ബോസ് നേരത്തെ പറഞ്ഞത്. അപ്പൊ അനിൽ ബോസ് പച്ചക്കള്ളം പറഞ്ഞു. ഈ രണ്ടാമത്തെ ചോദ്യം അവസാന നിമിഷം ഒരു ചോദ്യം ഇട്ട് നമുക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റും, നമുക്ക് നോക്കാനുള്ള സമയമില്ല. അപ്പൊ അതുപോലെ തന്നെ അതും കള്ളമായിരിക്കുമെന്ന് ഞാൻ അനുമാനിക്കുന്നു. കാര്യം ഈ ചോദ്യത്തിനകത്ത് നമ്മുടെ മുന്നിലേക്ക് അയച്ചതെന്ന് അനിൽ ബോസ് എനിക്ക് അയച്ചതെന്ന് പറഞ്ഞ ആ ചോദ്യത്തിനകത്ത് ബി എന്ന് പറയുന്ന ചോദ്യത്തിനകത്ത് കള്ളമാണ് അനിൽ ബോസ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അനിൽ ബോസ് പറഞ്ഞ ഇപ്പൊ പറഞ്ഞ കാര്യവും കള്ളമായിട്ട് തന്നെ എടുക്കണം. ഏതായാലും വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങളും കണക്കുകളുമാണ് പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നത്. നമ്മുടെ സമയം അവസാനിച്ചുകൊണ്ടാണ് അനിൽ ബോസ്. ഏതായാലും വളരെയധികം 3 പേർക്കും നമ്മളുമായി സഹകരിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ഒറ്റ കണക്ക് മാത്രം അവതരിപ്പിക്കുന്നു. ഇന്നും സഭയിൽ ധനകാര്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. 35,000 കോടിയാണ് 1ാം പിണറായി സർക്കാർ ക്ഷേമ പെൻഷനുകൾക്കായി വിനിയോഗിച്ചത്. ഇതുവരെ 2.5 വർഷം കൊണ്ട് 24,000 കോടി 2ാം പിണറായി സർക്കാർ കൊടുത്തു കഴിഞ്ഞു. ഇനി 48,000 കോടി കൊടുക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം തന്നെയാണ് മുമ്പിൽ നിൽക്കുന്നത്. മറുഭാഗത്ത് 5 വർഷം പൂർത്തിയാക്കിയ ഉമ്മൻചാണ്ടി സർക്കാർ, UDF സർക്കാർ 11-16 കാലയളവിൽ നൽകിയതാകട്ടെ 9,000 കോടി മാത്രമാണ്. എത്ര വലിയ അന്തരമാണ് യഥാർത്ഥത്തിൽ. ഗുണഭോക്താക്കൾ കൂടുന്നു, അതുപോലെ തന്നെ അവർക്ക് നൽകുന്ന പെൻഷൻ്റെ തുകയും കൂടുന്നു. 500-ൽ നിന്ന് 600-ലേക്ക് UDF സർക്കാരിൻ്റെ അവസാന കാലം മാറുന്നു. VS സർക്കാരാണ് 500-ലേക്ക് ഉയർത്തിയത്. അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലത്ത് 600-ആക്കി വർദ്ധിപ്പിക്കുന്നു. ആ 600-ൽ തന്നെ 1,400 കോടിയുടെ കുടിശ്ശിക വരുത്തുന്നു. ആ കുടിശ്ശിക പിന്നീട് വന്ന 1ാം പിണറായി സർക്കാരിൻ്റെ മാസങ്ങൾ കൊണ്ട് 15,000 രൂപ വരെ പരമാവധി കിട്ടും വിധം ആളുകൾക്ക് കൊടുത്ത് ആ കുടിശ്ശിക തീർക്കുന്ന വിധമുള്ള ഗവൺമെൻറ് ഓർഡറിൻ്റെ വിശദാംശങ്ങൾ കൂടിയാണ് ഈ ചർച്ചയിൽ വസ്തുതകളും വിശദാംശങ്ങളും ചേർത്ത് മൂവരും അവരുടേതായ നിലപാടിൽ നിന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. പക്ഷേ വസ്തുത ഇതാണ് എന്നതുകൂടി അവസാനമായി പ്രേക്ഷകരുമായി പങ്കുവച്ചു എന്ന് മാത്രം. വിലയിരുത്തലുകൾ നടത്തേണ്ടത് പ്രേക്ഷകരാണ് സ്വാഭാവികമായും.